السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. സത്യ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചതെന്ന് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും പ്രഥമമായും പ്രബോധനം ചെയ്ത തൗഹീദ് എത്ര പറഞ്ഞാലും മതിവരാത്ത ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ വഴിമാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് വിശ്വാസ മേഖല. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് മനുഷ്യകുലത്തിൽ എവിടെയെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചുവോ അവിടെയെല്ലാം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു. ആ പ്രവാചകന്മാർ അഖിലവും പ്രധാനമായി പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശമാണ്. ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കി. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നൂഹ് അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചു ജനതയിലേക്ക്. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അവനല്ലാത്തൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല.
എന്ന് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്നു. ശേഷം വന്ന അമ്പിയാക്കളെ ആവർത്തിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൽ വിശദീകരിച്ചപ്പോൾ ഇതേ പദപ്രയോഗം നമുക്കവിടെ പലതവണ ആവർത്തിച്ചതായി കാണാം. ഉദാഹരണമായി وَإِلَىٰ عَادٍ أَخَاهُمْ هُودًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ. ആദിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞ വാക്കും ഇതേ വചനമാണ്. യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. വഇലാ സമൂദ അഖാഹും സ്വാലിഹ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സമൂദിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ അധ്യാപനം അത് തന്നെയാണ്. ശേഷം പറഞ്ഞു വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. മദിയൻകാരിലേക്ക് വന്ന ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ അധ്യാപനവും റബ്ബിനെ മാത്രം ആരാധിക്കുക, മറ്റൊരു ആരാധ്യനില്ല. മൊത്തത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തി വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ലോകത്ത് വന്ന ഏതൊക്കെ അമ്പിയാക്കളുണ്ടോ, ഏതെല്ലാം റസൂലുമാരുണ്ടോ, അവർക്കെല്ലാം അല്ലാഹു നൽകിയ വഹ്യ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ, ഞാനല്ലാതെ ഇലാഹില്ല, അതിനാൽ എന്നെ മാത്രം ആരാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന പ്രഖ്യാപനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ കാലങ്ങളിലും പലവിധ ന്യായങ്ങൾ പറഞ്ഞ് റഹ്മാനല്ലാത്ത മറ്റു പടപ്പുകളിലേക്ക് ആരാധനകൾ, വിശിഷ്യ പ്രാർത്ഥനകൾ, സഹായാർത്ഥനകൾ വഴിമാറിപ്പോകുന്ന സാഹചര്യമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അംബിയായിനെ, ഔലിയായിനെ, മലക്കുകളെ, ജിന്നുകളെ, പിശാചുക്കളെ, കല്ലുകളെ, മരങ്ങളെ എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായമർത്ഥിക്കുന്ന, ആരാധിക്കുന്ന സാഹചര്യം മനുഷ്യകുലത്തിൽ എല്ലാ കാലത്തും ആവർത്തിച്ചു വന്നതായി നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനത വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ സ്വാലിഹീങ്ങളായ ആളുകളെ ആ ന്യായം പറഞ്ഞ് വിളിച്ചു തേടിയെങ്കിൽ അവിടെ ഇങ്ങോട്ട് മാറി വന്ന തലമുറകളൊക്കെയും ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി നിയോഗിക്കപ്പെടുന്ന കാലത്ത് അവർക്ക് ഇന്നതിനെ ആരാധിക്കുക എന്നോ ഇന്നവരോട് പ്രാർത്ഥിക്കുക എന്നോ പ്രത്യേകിച്ചൊരു വേർതിരിവില്ലാത്ത വിധം കണ്ണിൽ കാണുന്ന ഏതിനെയും വിളിച്ചു തേടുന്ന, കല്ലുകളെ പൂജിക്കുന്ന, മരങ്ങളെ പൂജിക്കുന്ന, ജിന്നുകളെ ആരാധിക്കുന്ന, മലക്കുകളെ ആരാധിക്കുന്ന, സ്വാലിഹീങ്ങളോട് സഹായമർത്ഥിക്കുന്ന, അതേപോലെ അമ്പിയായിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ജിന്നുകളോട് സഹായം തേടുന്ന, ശരണം തേടുന്ന സാഹചര്യമാണ് അവർക്കുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളിലൂടെ അതിൻ്റെ പൊള്ളത്തരം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ആ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ കൂട്ടത്തിൽ പ്രധാനമായും അല്ലാഹു തആല അവരെ ഓർമ്മിപ്പിച്ച ഒന്ന്, റഹ്മാനായ റബ്ബിന് പുറമെ ആരോട് തേടിയാലും ശരി മാ യംലികൂന മിൻ ഖിത്മീർ എന്ന വചനവും സമാനമായ വചനങ്ങളുമാണ്. അവർക്കൊന്നും യാതൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ഉടമാവകാശവുമില്ല, അവരൊന്നും ഉടമയാക്കുന്നില്ല എന്ന പ്രയോഗങ്ങൾ എത്രയാണ് ഖുർആനിൽ വന്നത്. ഈ വചനം സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകളിലാണ്. 35-ാമത്തെ സൂറത്തായ സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകൾ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു. അവിടെ അല്ലാഹു തആല വ്യക്തമാക്കിയത് വല്ലദീന തദ്ഊന മിൻ ദൂനി, റഹ്മാനായ റബ്ബിന് പുറമെ നിങ്ങൾ ആരോട് തേടിയാലും ശരി, ആരോട് പ്രാർത്ഥിച്ചാലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല അവർ. കാരക്കക്കുരുവിന്റെ മീതെ കാണുന്ന വെളുത്ത നിസ്സാരമായ ഒരു പാട,
ആ പാട പോലും ലാത്ത ഉടമയാക്കുന്നില്ല, ആ പാട പോലും ഉസ്സ ഉടമയാക്കുന്നില്ല, ആ പാട പോലും ജിന്നും മലക്കും ഉടമയാക്കുന്നില്ല, ആ പാട പോലും നബിയും വലിയും ഉടമയാക്കുന്നില്ല. റഹ്മാനായ റബ്ബിന് മാത്രമാണ് ആ ഉടമാവകാശം. എത്ര സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. നബിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, കുല്ലാ അംലികു നഫ്സി ളർറ വലാ നഫ്അൻ വലാ ളർറ, എൻ്റെ സ്വന്തത്തിന് പോലും ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമയാക്കുന്നില്ല എന്ന് പറയൂ പ്രവാചകരെ എന്ന് ഖുർആൻ ആജ്ഞാപിച്ചു. സൂറത്തു അറാഫിൽ ആവർത്തിച്ചു പറഞ്ഞു, റഹ്മാനായ റബ്ബിനെ പുറമെ ആരോട് തേടിയാലും ശരി, ലാ യസ്തതീഉന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. സൂറത്ത് അൻആമിലാണ്. ലാ യസ്തതീഉന നസ്റകും, അവർക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, വലാ അൻഫുസഹും യൻസുറൂൻ, അവർ അവരെ തന്നെയും സഹായിക്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. റഹ്മാനായ റബ്ബിനെ പുറമെ വിളിച്ചു തേടപ്പെടുന്ന ആരെക്കുറിച്ചും പറയാവുന്ന പൊതു നിയമമായി അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അവരെ വിളിച്ചു തേടുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ മഹാന്മാരായി ജീവിച്ചു മരിച്ചു പോയ ആളുകൾ. ഈ ലാത്തയെക്കുറിച്ച് ഖുർആനിന്റെ പ്രഖ്യാപനം, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കാത്തവനാണ് ലാത്ത. എന്നാൽ നമുക്കറിയാമല്ലോ, ലാത്തക്കൊരു പക്ഷെ ജീവിതകാലത്ത് പല സമ്പത്തും ഉണ്ടായേക്കാം. ഈത്തപ്പന തോട്ടങ്ങൾ തന്നെ ലാത്തക്ക് സ്വന്തമായി ഉണ്ടായേക്കാം. എന്നിട്ടും അബൂജഹൽ ചോദിച്ചില്ല, എന്താ മുഹമ്മദ് ഇപ്പറയുന്നത്, ലാത്തക്ക് ഈത്തപ്പനക്കുരുവിന്റെ പാടയില്ല എന്നോ, ഈ കാണുന്ന ഈത്തപ്പന തോട്ടങ്ങൾ മുഴുവനും ലാത്തയുടേതാണെന്ന് എനിക്കറിയില്ലേ എന്ന് അബൂജഹൽ ചോദിച്ചിട്ടില്ല. ഇന്ന് വിളിച്ചു വാർത്തിക്കപ്പെടുന്ന ആരാധ്യരായി കാണുന്ന മനുഷ്യദൈവങ്ങളായി രംഗത്ത് വരുന്ന മാതാമൃതാനന്ദമയ്യോ സായിബാബയോ അടക്കമുള്ള ആളുകളോട് വിളിച്ചു തേടുന്നവരോടും നമുക്ക് ഓതാനുള്ള ആയത്തേതാ? മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും അവർ ഉടമയാക്കുന്നില്ല. എന്നാൽ അമ്മയുടെ ഭക്തൻ പറയോ, എന്താണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ അമ്മക്ക് 10,000-കണക്കിന് കോടിയുടെ ആസ്തിയുണ്ടല്ലോ എന്നവർ പറയില്ല. അപ്പൊ എന്താണ് ഈ ഉടമാവകാശം? പ്രവാചകന്മാർ പലർക്കും പല തരത്തിലുള്ള ഉടമാവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൊത്തത്തിൽ അടക്കി ഭരിച്ച രാജാവായിരുന്നു. ആ സുലൈമാൻ നബിയോട് ഒരാൾ ദുആ ചെയ്താൽ അയാളുടെ ഓതാനുള്ള ആയത്തേതാ? മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ ഉടമാവകാശം? റഹ്മാനായ റബ്ബിന് മാത്രമെന്ന് പഠിപ്പിക്കപ്പെട്ട ഉടമാവകാശമുണ്ട്. ആ ഉടമാവകാശം കാരക്കക്കുരുവിന്റെ പാട പോലും ഒരു സൃഷ്ടിക്കുമില്ല. ആ ഉടമാവകാശത്തെയാണ്, ആ അധികാരത്തെയാണ്, ആ കഴിവിനെയാണ്, ആ കാഴ്ചയെയും കേൾവിയെയും ഒക്കെയാണ് ഇത്രയും കാലം മലയാള ഭാഷയിൽ അഭൗതികമായ കഴിവുകൾ എന്ന അർത്ഥത്തിൽ നാം പരിചയപ്പെടുത്തിയത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാഴ്ചയും കേൾവിയും ശക്തിയും ഉടമാവകാശവും അധികാരവും അത് റഹ്മാനായ റബ്ബിന് മാത്രം. അതിൽ കാരക്കക്കുരുവിന്റെ പാട പോലും ഒരു പടപ്പിനും ഇല്ല. ഉണ്ട് എന്ന് എവിടെ വിശ്വസിക്കുന്നുവോ അവിടെ ആരാധന അവരിലേക്ക് വഴിമാറിപ്പോകും. അതുകൊണ്ടാണ് ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച് അല്ലാഹു തആല ഊന്നിപ്പറഞ്ഞത് അവരാരും ഒന്നും ഉടമയാക്കുന്നില്ല, അതുകൊണ്ട് തേടിയിട്ട് കാര്യമില്ല. ഉടമയാക്കുന്നില്ല എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തേട്ടം ഇല്ലാതായിക്കൊള്ളും. അവർക്ക് എന്തോ കഴിവുണ്ട് എന്ന് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ അവരോടുള്ള മനോഭാവം മാറും. അതുകൊണ്ടാണ് സിദ്ധന്മാരെ രംഗത്ത് വരുന്ന ആളുകളെ പിന്നാലെ ആളുകൂടുന്നത്. എന്തോ ചില അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ ഇവർക്ക് ചില സവിശേഷ സിദ്ധിയുണ്ട്, ചില അഭൗതികമായ കഴിവുണ്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും അതൊരു ആരാധനാ മനോഭാവമായി അവരെ പിന്നാലെ കൂടാൻ പ്രേരിതമാകുകയും ചെയ്യുന്നു. അവിടെ ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കി, വല്ലദീന തദ്ഊന മിൻ ദൂനി,
റഹ്മാനായ റബ്ബിനെ പുറമെ ആരോട് ദുആ ചെയ്താലും ശരി, മാ യംലികുന മിൻ ഖിത്മീർ. ഇത് വിശദീകരിച്ച മുഫസ്സിറുകൾ ഇമാം ഖുർത്തുബിയെ പോലെ പറഞ്ഞു, ഈ പറഞ്ഞത് എല്ലാ ആരാധ്യർക്കും ബാധകമാണ്, വിഗ്രഹങ്ങൾക്ക് ബാധകമാണ് ഇത്. മാത്രമല്ല ثم يجوز أن يرجع هذا إلى المعبودين مما يعقل كالملائكة والأنبياء والجن والشياطين. ഈ പറയപ്പെട്ട മാ യംലികുന മിൻ ഖിത്മീർ എന്ന സിഫത്ത് يجوز أن يرجع هذا إلى المعبودين مما يعقل. ആഖിലീങ്ങളായ മഅ്ബൂദീങ്ങളിലേക്ക്, ജീവനുള്ള ബുദ്ധിയുള്ള ആരാധ്യരിലേക്കും ഇത് ബാധകമാണ്. കൽ മലായികതി, മലക്കുകളെ പോലെ, വൽ അംബിയാഇ, പ്രവാചകരെ പോലെ, വൽ ജിന്നി, ജിന്നുകളെ പോലെ, വശയാതീൻ, പിശാചുക്കളെ പോലെ, അവർക്കെല്ലാം ഇത് ബാധകമാണ്. അവരാരും മാ യംലികുന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ലോകത്തൊരു ജിന്നിനുമില്ല, ഒരു ശൈത്താനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു മലക്കിനുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല, റഹ്മാനായ റബ്ബിനു മാത്രം. അതുകൊണ്ട് തേട്ടങ്ങൾ പൂർണ്ണമായും റബ്ബിനോട്. ഈ ഒരു അർത്ഥത്തിൽ റബ്ബല്ലാത്തവർക്കൊരു കഴിവ് വകവെച്ച് കൊടുക്കുന്നുവെങ്കിൽ അവിടെ ശിർക്ക് സംഭവിച്ചു. തേടേണ്ട കാര്യമില്ല. അള്ളാഹു കാണും പോലെ കാണുമെന്ന് ഒരു സൃഷ്ടിയെക്കുറിച്ച് എപ്പോൾ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം ശിർക്ക. ഓൻ തേടിയാലും തേടിയില്ലെങ്കിലും, തേടിയാൽ അതും ശിർക്ക്. അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്ന്, അള്ളാഹു അറിയും പോലെ അറിയുമെന്ന്, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കുമെന്ന് ആരെക്കുറിച്ച് ആര് വിശ്വസിച്ചുവോ അത് ശിർക്കായി. CM വലിയുല്ലാഹിയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ എഴുതി വിട്ടു CM സ്മരണകയിൽ, അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. CM സ്മരണകയിൽ സയ്യിദ് അവൈലത്ത് കുഞ്ഞുസീരി കോയത്തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വെച്ചു. നമ്മൾ പഠിപ്പിച്ചത് ശിർക്കാണ്. കാരണം അള്ളാഹു കാണും പോലെ കാണുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആ വിശ്വാസം നമ്മുടെ നാട്ടിൽ സമസ്തക്കാർക്കുണ്ട്. അതുകൊണ്ട് അവർ CM അടക്കമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു. ഈ ആവശ്യങ്ങൾ കേൾക്കാനും ഇതറിയാനും എന്നെ കാണാനും അവർ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസം ശിർക്കാണെന്ന് നാം വിശദീകരിക്കുന്നു. ആ ഒരു അർത്ഥത്തിലെ സഹായാർത്ഥന റഹ്മാനായ റബ്ബിനോട് മാത്രമെന്ന് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അതാണല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഏത് വിഷയത്തിലാണ് ഈ സഹായം? ഏത് വിഷയത്തിലും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി, വ ഇയ്യാക നസ്തഈൻ ഐ ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രം സഹായം തേടുന്നു, ചോദിക്കുന്നു. എന്നാൽ നമ്മൾ തമ്മിൽ പല സഹായം ചോദിക്കുന്നു. എങ്കിൽ പിന്നെ എങ്ങനെ ഫിൽ ഉമൂരി കുല്ലിഹ എന്ന് പറയും? എല്ലാ വിഷയത്തിലും നിന്നോട് മാത്രമേ എങ്ങനെ പറയാൻ പറ്റും? ഏത് വിഷയത്തിലും അല്ലാഹു തആല ഫാത്തിഹ സൂറയിൽ പഠിപ്പിച്ച സഹായാർത്ഥന ഏതോ ആ സഹായാർത്ഥന ഏത് കാര്യത്തിലും റബ്ബിനോട് മാത്രം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാ പോലും റബ്ബിനോട് ചോദിക്കുക എന്ന് പഠിപ്പിക്കപ്പെട്ടത് ആ ഒരു അർത്ഥത്തിലാണ്. ചെരുപ്പിന്റെ വാറ് പൊട്ടിയ 2 ചോദ്യമുണ്ട്. ചെരുപ്പ് കുത്തിയെ പോയി കണ്ട് ഇതൊന്ന് ശരിയാക്കി തരുമെന്ന് ചോദിക്കാം, അതൊരു ചോദ്യമാണ്, സഹായം ആവശ്യപ്പെടില്ല. റഹ്മാനായ റബ്ബിനോട് അവിടെ ഒരു ചോദ്യമുണ്ട്. ചെരുപ്പ് കുത്തിയുള്ള ചോദ്യം റബ്ബിനോട് ചോദിച്ചാൽ റബ്ബിനെ പരിഹസിക്കലായി. റബ്ബിനോടുള്ള ചോദ്യം ചെരുപ്പ് കുത്തിയോട് ചോദിച്ചാൽ അവനെ ആരാധിക്കലായി. എന്താ വ്യത്യാസം? ചെരുപ്പ് കുത്തിയോട് ചെരുപ്പ് ശരിയാക്കി തരാൻ പറയുമ്പോൾ സൂചി നൂലെടുത്ത് തുന്നിക്കുട്ടി ശരിയാക്കി തരുമെന്ന ഇവന്റെ ധാരണ, ഇവന്റെ വിശ്വാസം. അത് അവനോടേ ചോദിക്കാവൂ. അത് റബ്ബിനോട് ചോദിച്ചാലോ? ചെരുപ്പ് പൊട്ടി പഠിച്ചോനൊന്ന് ശരിയാക്കി തന്നെ എന്ന് പറയുമ്പോൾ അള്ളണ്ട് വന്ന് എൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് സൂര്യൻ നൂലെടുത്ത് തുന്നി ശരിയാക്കി ഇട്ട് പോയിക്കോ എന്ന് പറയുമെന്ന അർത്ഥത്തിലാണ് റബ്ബിനോട് ചോദിക്കുന്നതെങ്കിൽ റബ്ബിനെ പരിഹസിക്കലാ, ആള് കാഫിറായി പോകും.
എന്നാ ചെരുപ്പ് പൊട്ടുമ്പോൾ റബ്ബേ സഹായിക്കണേ എന്ന് തേട്ടം വരുമ്പോൾ ആ തേട്ടത്തിന് അർത്ഥം എന്താ? ഇതുകൊണ്ട് ഇനി മറ്റു ബുദ്ധിമുട്ടും വിപത്തൊന്നും വരാതെ പെട്ടെന്ന് ശരിയായി എൻ്റെ കാര്യങ്ങൾ മുടങ്ങാതെ മുമ്പോട്ട് പോകാൻ തൗഫീഖ് വേണം എന്ന അവിടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് ചെരുപ്പ് കുത്തിയോട് ചോദിച്ചാലോ അവനോട് പ്രാർത്ഥിക്കലായി. കാരണം അദൃശ്യ മാർഗത്തിലുള്ള സഹായമാണ് അവിടെ പ്രതീക്ഷിച്ചത്. അദൃശ്യ മാർഗത്തെ സഹായം മനുഷ്യനോട് തേടിയാൽ ശിർക്ക് പ്രാർത്ഥന, ജിന്നിനോടായാലും ശിർക്ക്, മലക്കിനോടായാലും ശിർക്ക്, കല്ലിനോടോ മരത്തിനോടോ എന്തിനോട് നിർവഹിച്ചാലും അതിനുള്ള പ്രാർത്ഥന അത് ശിർക്കായി മാറി. പക്ഷെ പല ആളുകളും മനസ്സിലാക്കിയത് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത് മനുഷ്യന്മാർക്ക് ബാധകല്ല എന്ന. നെഞ്ചോട് ചേർത്ത് വെക്കുക നമ്മുടെ തൗഹീദിനെ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ വലിയ ചില മനുഷ്യന്മാർ ഇറക്കിയ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ അവർ പരാമർശിച്ചത് അള്ളാഹുവിൻ്റെ ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, അള്ളാഹുവേ നിന്നോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുകയും ചെയ്യുന്നത് എന്ന്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന്, അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യനെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. നഊദു ബില്ലാഹ്. അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്തിൽ നിന്ന് ദൃശ്യലോകത്തുള്ള മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ മനുഷ്യനോട് എന്ത് ചെയ്യാ? ആ ഇസ്തിആനത്ത് പറ്റും എന്നാണ് ചില അക്ബർമാർ എഴുതി വിട്ടത്. എന്തിനാണ് എഴുതിയത്? ജിന്ന് അദൃശ്യലോകത്താണ്, അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ ശിർക്ക്. മനുഷ്യൻ ദൃശ്യലോകത്താണ്, അവരോട് ചോദിച്ചാൽ ശിർക്കല്ല. തെളിവെന്താ? ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് ദൃശ്യലോകത്തുള്ള മനുഷ്യരെ ഒഴിവാക്കി. അപ്പൊ അതിനർത്ഥം എന്താ? ഇനിയിപ്പോ ഇയ്യാക നസ്തഈന് മാത്രം എന്ന അർത്ഥം വെക്കണ്ടെന്നല്ലേ? എന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹിനോടുണ്ട്, ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാരോടുമുണ്ട്, അദൃശ്യലോകത്തുള്ള ആരോടില്ല. അപ്പൊ പിന്നെ പണ്ട് സമസ്തക്കാര് പറഞ്ഞ മാത്രം അർത്ഥം വേണ്ട എന്ന് പറഞ്ഞിടത്തേക്ക് എത്തി. ഒന്ന്. മറ്റൊന്ന്, ഇയ്യാക നസ്തഈൻ എന്നത് ദൃശ്യലോകത്തുള്ളവരെ മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ അതിന് ഇപ്പുറത്ത് ഇയ്യാക നഅ്ബുദു എന്നുമുണ്ടല്ലോ. അപ്പൊ അതും ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാർക്ക് പറ്റും എന്ന് പറയേണ്ടി വരും. എന്നാൽ നേക്ക് നേരെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യനോടാണെങ്കിലും ഈ ഇസ്തിആനത്ത് നടത്തിയ ശിർക്കാണ്. ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത്, ആ സഹായാർത്ഥന നേരെ മുന്നിൽ കാണുന്ന മനുഷ്യനോട് ചോദിച്ചാലും ശിർക്ക്. അതുകൊണ്ടല്ലേ അമൃതാനന്ദമയിയോടുള്ള തേട്ടം ശിർക്കായി മാറുന്നത്. അവന് മനുഷ്യരല്ലാഞ്ഞിട്ട, ദൃശ്യലോകത്തല്ലാഞ്ഞിട്ട, ഹയ്യും ഹാദിറുമല്ലാഞ്ഞിട്ട, പക്ഷേ അവരുടെ ചോദ്യം അദൃശ്യ മാർഗത്തിലാണ്, അവരുടെ ചോദ്യം അഭൗതിക മാർഗത്തിലാണ്, അവരോടുള്ള ചോദ്യം കാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലാണ്. അതോടുകൂടി അത് ദുആയായി മാറി. ആ ഒരു അർത്ഥത്തിൽ ജിന്നിനോട് ചോദിച്ചാലോ ശിർക്ക് തന്നെ, സംശയമില്ല. ആ ഒരു അർത്ഥത്തിൽ മലക്കിനോട് ചോദിച്ചാലോ ശിർക്ക് തന്നെ, സംശയമില്ല. ആ ഒരു അർത്ഥത്തിൽ കല്ലിനോടോ മരത്തിനോടോ തേടിയാലോ അതും ദുആ തന്നെ, സംശയമില്ല. കല്ലും മരങ്ങളും ദൃശ്യലോകത്തല്ലേ, എന്നാലും ശിർക്കാണ്. അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല ശിർക്കും തൗഹീദും വൃത്തിയാള മാനദണ്ഡം, മറിച്ച് ഏത് അർത്ഥത്തിൽ ചോദിക്കുന്നു എന്നതാണ്. ചോദ്യം തന്നെ വേണമെന്നില്ല, വിശ്വാസമാണ് ആദ്യം ശിർക്ക് വരിക. ഒരു മനുഷ്യൻ അദൃശ്യമാർഗത്തിൽ എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി. അതുകൊണ്ടാണ് മരിച്ചുപോയ മൊഹീദ്ദീൻ ശൈഖും റിഫായി ശൈഖും അടക്കമുള്ളവർ നമ്മളെ കാണുമെന്ന സമസ്തക്കാരന്റെ വിശ്വാസം ശിർക്കാണെന്ന് നാം പറയുന്നത്.
കാരണം എന്താ, അവർ കാണണമെങ്കിൽ അദൃശ്യ മാർഗത്തിലേക്ക് കാണാൻ കഴിയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു മരിച്ചുപോയി, ദൃശ്യ ലോകത്തുള്ള ഭൗതിക സംവിധാനങ്ങൾ അവരുടെ അവസാനിച്ചു. ഇനി മൊഹീദ്ദീൻ ശൈഖ് നമ്മളെ കാണണമെങ്കിൽ ഭൗതികമായ കണ്ണില്ല, എന്നാലും കാണും എന്ന് വിശ്വസിക്കണമെങ്കിൽ ഭൗതിക സംവിധാനമില്ലാതെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. അത് റബ്ബിന്റെ വിശേഷണമാണ്. അത് ശൈഖിനെ വകവെച്ചു കൊടുത്തു, അവിടെ ശിർക്ക് വന്നു. മൊഹീദ്ദീൻ ശൈഖ് നമ്മളെ കാണുമെന്ന വിശ്വാസം തന്നെ ശിർക്ക്. ആ അർത്ഥത്തിൽ മൊഹീദ്ദീൻ ശൈഖിനെ ഒരാൾ പേടിക്കുന്നുവെങ്കിൽ ആ പേടി ശിർക്ക്. വിശ്വാസികൾ ഗുണം പറഞ്ഞപ്പോൾ അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ ഗൈബായ നിലക്ക് പേടിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആ പേടി അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. ആ പേടി ജിന്നിനോടോ മലക്കിനോടോ മനുഷ്യനോടോ ശൈത്താനോടോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ശിർക്ക് വന്നു. റബ്ബിനോടുള്ള സ്നേഹം അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. ആ സ്നേഹം വമിനന്നാസി മൻ യത്തഖിദു മിൻ ദുനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കുന്നവർ. കാരണം പങ്കുകാരനാക്കി വെച്ചാൽ പിന്നെ സ്നേഹം വഴിമാറിപ്പോകും. അപ്പോൾ ചുരുക്കത്തിൽ അദൃശ്യമായ വഴിയിൽ നമ്മളെ കാണാനും കേൾക്കാനുമുള്ള കഴിവ് റബ്ബിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ജിന്നുകൾ നമ്മളെ കാണുന്നില്ലേ, മലക്കുകൾ നമ്മളെ കാണുന്നില്ലേ? അവർ അദൃശ്യ ലോകത്താണല്ലോ. എന്നാൽ അവർ നമ്മളെ കാണുന്നുവെന്നത് കൊണ്ട് അവർക്കുമുണ്ട് അദൃശ്യ കാഴ്ചയും അദൃശ്യ കേൾവിയും എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം അദൃശ്യമായി കാണുന്നവൻ അല്ലാഹു മാത്രം, അദൃശ്യമായി കേൾക്കുന്നവൻ അല്ലാഹു മാത്രം, അഥവാ അഭൗതികമായി കാണുന്നവൻ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം. അപ്പൊ ജിന്നിന്റെ കാഴ്ചയോ ജിന്നിന്റെ കേൾവിയോ മലക്കിന്റെ കാഴ്ചയോ മലക്കിന്റെ കേൾവിയോ ആപേക്ഷികമായി അദൃശ്യമെന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ അത് അദൃശ്യമായ കാഴ്ചയും കേൾവിയുമല്ല. അദൃശ്യമായ കാഴ്ചയും കേൾവിയും റബ്ബിന് മാത്രമേ ഉള്ളൂ. അതൊരു ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. തേടാൻ പോകേണ്ട കാര്യമില്ല. തേടിയാൽ അതും ശിർക്ക്. ആ വിശ്വാസം തന്നെ ശിർക്ക്, തേടിയാൽ ആ തേട്ടവും ശിർക്ക്. അദൃശ്യമായ കഴിവുകളുടെ ഉടമ അല്ലാഹു തആല മാത്രം, വേറൊരു പടപ്പുമില്ല. എന്നാൽ ഇത് മനസ്സിലാക്കുന്നിടത്ത് ചില ആളുകൾക്ക് തെറ്റുപറ്റി. നമ്മുടെ നാടുകളിൽ 10 കൊല്ലം മുമ്പ് അബ്ദുസ്സലാം സുല്ലമിക്കാണ് ഒന്നാമത് അബദ്ധം പറ്റിയത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജിന്നും മലക്കും അദൃശ്യരാണ്, അതിനാൽ അവർ നമ്മെ കാണുമെന്നോ കേൾക്കുമെന്നോ സഹായിക്കുമെന്നോ ഉപദ്രവിച്ചേക്കാമെന്നോ വിശ്വസിക്കാൻ തന്നെ പാടില്ല. വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് സംഭവിച്ചു എന്ന് അയാൾ എഴുതി വിട്ടു. തൗഹീദും നവയാഥാസ്ഥികളുടെ വ്യതിയാനവും എന്ന പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ പാരഗ്രാഫിൽ 11-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി, മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. അപ്പം മൂപ്പട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സിഹിർ ചെയ്യുന്ന സാഹിറിനെ ശൈത്താൻ സഹായിക്കുമെന്നുണ്ടല്ലോ? അയാൾ പറഞ്ഞു, ഇല്ല, സഹായിക്കൂല. ഹദീസിലുണ്ടല്ലോ? അയാൾ പറഞ്ഞു, ആ ഹദീസ് ശരിയല്ല, സ്വീകരിക്കാൻ പറ്റൂല. ബുഖാരിയിലുണ്ടല്ലോ, എന്നാലും സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് അത്തരം ഹദീസുകളെ മുഴുവൻ അദ്ദേഹത്തിന് തള്ളേണ്ടി വന്നത്. ബുഖാരി 60 ഹദീസ് ഞാൻ ദഈഫാക്കി എന്ന് പറയേണ്ടി വന്നത് ഈ അബദ്ധത്തിന്റെ ഫലമായിട്ടാണ്. ഒന്നുകിൽ ഈ ഹദീസൊക്കെ തള്ളണം, എങ്കിൽ മൂപ്പർ തൗഹീദ് ഭദ്രമാകും മൂപ്പർ വീക്ഷണപ്രകാരം. അല്ലെങ്കിൽ തൗഹീദ് ഒഴിവാക്കണം എന്ന ഈ ഹദീസൊക്കെ എടുക്കാം. അപ്പൊ മൂപ്പർ മനസ്സിലാക്കി തൗഹീദ് ഒഴിവാക്കാൻ പറ്റൂല, എന്നാൽ പിന്നെ ഹദീസ് ഒഴിവാക്കുക. അങ്ങനെയാണ് സിഹിറിന് യാഥാർത്ഥ്യമില്ല, കണ്ണീറിന് യാഥാർത്ഥ്യമില്ല, ജിന്നുബാധയില്ല, ആ വക യാതൊന്നുമില്ല എന്ന് പറയേണ്ടി വന്നത്. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ അയാളെ വീക്ഷണപ്രകാരം അദൃശ്യമായി അവർ ഇവിടെ ഇടപെടണം. അതാവട്ടെ റബ്ബിന് മാത്രമേ കഴിയൂ. അപ്പൊ അത് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. ബദറിൽ മലക്കൾ ഇറങ്ങിയിട്ടില്ല എന്നുവരെ അദ്ദേഹത്തിന് എഴുതി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് കാരണം ബദറിൽ ഇറങ്ങി മലക്കൾ യുദ്ധം ചെയ്തു പറഞ്ഞാൽ അത് സഹായമാണല്ലോ. അതുവരെ നിഷേധിച്ചു, ഉണ്ടായിട്ടില്ല. അപ്പൊ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, മൂപ്പര് പറഞ്ഞില്ല, അത്
അല്ലാഹു തആല മലക്കുകളെ ഇറക്കുമെന്ന സന്തോഷ വാർത്ത നൽകുന്നു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് സന്തോഷ വാർത്ത കൊടുത്താണ്, ഇറക്കിയിട്ടില്ല. സന്തോഷ വാർത്ത കൊടുത്തു, പക്ഷെ ഇറക്കിയിട്ടില്ല എന്ന് വരെ വ്യാഖ്യാനിച്ചൊപ്പിച്ചു. ആ ഒരു അബദ്ധം 10 കൊല്ലം നമ്മൾ തിരുത്തി കൊടുത്തെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ അബദ്ധം ഏറ്റെടുത്തു, അവിടേക്ക് തന്നെ തിരിച്ചെത്തി. ഇതെല്ലാം അദൃശ്യനാണെന്ന് പറഞ്ഞു. അതിനാൽ അവരോടുള്ള ഏത് സഹായം ആവശ്യപ്പെടലും ശിർക്കല്ലാത്ത മറ്റൊന്നുമില്ല, ശിർക്കിൽ കുറഞ്ഞ ഒന്നുമില്ല എന്നവർക്ക് പറയേണ്ടി വന്നു. അവിടെ തൗഹീദും ശിർക്കും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നു. യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ ഏതടിസ്ഥാനത്തിലാണോ തൗഹീദും ശിർക്കും പരിചയപ്പെടുത്തിയത്, ആ രൂപത്തിൽ മനസ്സിലാക്കാതെ പോയപ്പോഴുണ്ടായ അബദ്ധമാണ്, അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിയായ വൈബിയായ കഴിവുള്ളവൻ, അദൃശ്യമായ കഴിവുള്ളവൻ, അഭൗതികമായ കഴിവുള്ളവൻ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുള്ളവൻ റഹ്മാനായ റബ്ബ് മാത്രം. ഒരു പടപ്പുമില്ല. ഏതു പടപ്പിന്റെയും കഴിവുകൾ, ഏതു പടപ്പിന്റെയും കാഴ്ചയും കേൾവിയും, ജിന്നിന്റെ കാഴ്ചയാണെങ്കിലും മലക്കിന്റെ കാഴ്ചയാണെങ്കിലും അവരുടെ കേൾവിയാണെങ്കിലും അവരുടെ മറ്റു കഴിവുകളാണെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥക്കുള്ളിൽ മാത്രം. നമ്മൾ അപേക്ഷിച്ചൊരു പക്ഷേ ആപേക്ഷികമായ അദൃശ്യമെന്നൊക്കെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അദൃശ്യമായ കഴിവിന്റെ ഉടമ റബ്ബ് മാത്രമാണ്. അതിനാലാണ് അത്തരം തേട്ടങ്ങൾക്ക് അത് അർഹത റബ്ബിന് മാത്രം എന്ന് പറഞ്ഞത്. അല്ലാത്തവർക്ക് യാതൊരു ഉടമാവകാശവുമില്ല. കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കില്ല എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടത് ആ അർത്ഥത്തിലാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞ് ഈ വിഷയാവതരണം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി സംശയ നിവാരണ സമയത്ത് നമുക്ക് വിശദീകരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഈ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ടുന്ന ഇപ്പോഴുണ്ടായ വിവാദങ്ങളിലോ അല്ലാതെയൊക്കെയായി ഇവിഷയമായി നമുക്കുള്ള വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉന്നയിക്കാം. അറിയുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തരാം. അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്ന് പറയും. അതിന് യാതൊരു മടിയുമില്ല. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് അന്വേഷിച്ച് പഠിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നുകിൽ മുമ്പിലേക്ക് വന്ന സൗകര്യമാണ്, മൈക്ക് അവിടെ ഉണ്ട്, അവിടെ വന്നാൽ ആ മൈക്ക് ഉപയോഗിച്ച് ചോദിക്കാം. ഇനി വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ നിന്നാലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ പറ്റും. പേര് പറയുക, നാടും പറയുക. ഒന്നല്ല, എനിക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. നാട്ടിൽ എവിടെയാണെന്ന് പറയാം, പേരും പറയാം, എന്ന് ചോദിക്കാം. ഇത്രയേ ചോദിക്കാവൂ, ഇത്ര ചോദ്യങ്ങളെ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ എത്ര സമയം വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള അനുവാദം ഈ നാട്ടിലെ നിയമങ്ങളിൽ നമുക്കൊരു പക്ഷെ ഉണ്ടാവണം എന്നില്ല. അവ കിട്ടാവുന്ന പരമാവധി നമുക്ക് പോകാം. അതിനിടയിൽ പരമാവധി ആളുകൾക്ക് അവസരം കിട്ടണം. അതുകൊണ്ട് അത്യാവശ്യമുള്ള ചോദ്യം ചോദിക്കുക, മറുപടി കിട്ടി ക്ലിയർ ആയാൽ അടുത്ത ആൾക്ക് കൈമാറുക. ക്ലിയർ ആയിട്ടില്ലേ വീണ്ടും ചോദിക്കാം. അതിലും ക്ലിയർ ആയില്ലേ പിന്നെയും ചോദിക്കാം. അതിലുമായില്ലേ പിന്നെയും ചോദിക്കാം. ഇത്രയേ ചോദിക്കാവൂ എന്നില്ല. പക്ഷെ പിന്നിൽ ചോദിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കുക. ഒരാൾ മാത്രം മണിക്കൂർ ചോദിച്ച സമയം കഴിഞ്ഞ് മറ്റൊരു കാര്യം ചോദിക്കാൻ പറ്റില്ല എന്നുള്ള ആ രീതി ഉണ്ടാവരുത്. അതോടൊപ്പം പഠിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആയിരിക്കണം ചോദ്യങ്ങളിൽ വരുന്നത്. വെറുതെ സമയം കളയാൻ വേണ്ടി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യരുത് എന്ന് കൂടി സൂചിപ്പിച്ച് ഒന്നാമത്തെ ചോദ്യകർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ തൃശ്ശൂർ കൊപ്രക്കുളത്തെ പ്രദേശം. അൻആമിലെ 128-ാമത്തെ ആയത്തില് അവസാനം പറയുന്ന ശാശ്വതമായ നരകത്തിലേക്ക് പോകുന്ന, അത് ശിർക്ക് ചെയ്തുകൊണ്ടല്ലേ ശാശ്വതമായ നരകത്തിലേക്ക് പോകുന്നു. പിന്നെ അങ്ങനെ ഹറാമും വസീലത്ത് ശിർക്കും ആയത് എന്നുള്ളതാണ്. സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടാണ് സഹോദരന്റെ ചോദ്യം. മാർച്ച് 11 കോഴിച്ചനെ വെച്ച് നടന്ന സംവാദത്തിന് ശേഷമാണ് ആ ഒരു ആയത്ത് ഈ ഒരു ആശയത്തിൽ ഉപയോഗിച്ചു കൂടാ എന്ന പുതിയ ഒരു നയം നമ്മുടെ നാട്ടിൽ കടന്നു വന്നത്. അതിനു മുമ്പ് ലോകത്ത് പല സ്ഥലത്തും പല പണ്ഡിതന്മാരും ഇതേ ആശയങ്ങൾക്ക് തെളിവായി ആ ഹദീസ്, ആ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയും അതിനു മുമ്പ് നടന്ന പല വിശദീകരണ വേദികളിലും ഈ ആയത്ത് തെളിവായി ഉന്നയിക്കപ്പെട്ടിട്ടുമുണ്ട്. അന്നൊന്നും പ്രശ്നം പറയാത്ത ആളുകൾ പിന്നീട് അതിൽ ദുർവ്യാഖ്യാനമെന്ന ഒരു പുതിയ കണ്ടെത്തൽ അവർ നിർവഹിക്കുകയും അത് നാട് നീളെ പ്രചരിപ്പിക്കുകയുമാണ് പിന്നീട് ചെയ്തത്. യഥാർത്ഥത്തിൽ
2012 ജനുവരിയിൽ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മുമ്പാകെ ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ഞാനും അനീഫ് കായക്കുടിയുമായിരുന്നു. ആ പ്രബന്ധത്തിൽ 18ാമത്തെ പേജിൽ അഥവാ അവസാനത്തെ പേജിൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന ഹറാമാണ് എന്ന ആലുശൈഖിന്റെ അത്തംഹീദ് എന്ന കിതാബിൽ നിന്നുള്ള ഒരു ഭാഗം എടുത്തു കൊടുത്തിട്ടാണ് ആ പ്രബന്ധം അവസാനിപ്പിച്ചത്. അവിടെ പ്രത്യേകം പറഞ്ഞത് ജിന്നുകളുടെ സഹായാർത്ഥന ഹറാമാണ്. കാരണം لأن استمتاع الجني بالإنسي والإنسي بالجني محرم في نصوص الكتاب والسنة. ജിന്നും ഇൻസും തമ്മിലുള്ളതും ഇൻസും ജിന്നും തമ്മിലുള്ളതുമായ ഇസ്തിംതാഴുകൾ, പരസ്പര ഉപകാരമെടുക്കലുകൾ ഹറാമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു, ഹദീസും പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്തിആനത്ത് ഹറാമാണ്. എന്നിട്ട് ആലുശൈഖ് ആ കിതാബിൽ ശേഷമുള്ള വിശദീകരണത്തിൽ കൊടുക്കുന്ന തെളിവെന്താ? ഇസ്തിംതാ ഹറാമാണെന്ന് ഖുർആൻ പറഞ്ഞു എന്ന് തെളിവ് കൊടുത്തതാ? ഈ ഒരു ആയത്താണ്. അത് 2012 ജനുവരി 26 KJ മുമ്പാകെ സമർപ്പിച്ച പ്രബന്ധത്തിൽ അനീഫ് കായക്കുടിയാണ് എടുത്തു കൊടുത്തത്. ഞാനവിടെ കൊണ്ടുപോയി വായിച്ചവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് 13 മാസം പിന്നിട്ടിട്ടാണ് കോഴിച്ചന സംവാദം നടക്കുന്നത്. ആ 13 മാസം ഒരാളും അത് ശരിയായില്ല എന്ന് അഭിപ്രായപ്പെട്ടില്ല. സംവാദത്തിന് മുമ്പേ തന്നെ പല മുഖാമുഖങ്ങളിലും ഈ ആയത്ത് തെളിവായി ഉന്നയിച്ചിട്ടുണ്ട്. മുഖാമുഖ വേദികളിൽ ഞാൻ രംഗത്തിറങ്ങിയ 1ാമത്തെ മുഖാമുഖം വേങ്ങര മുഖാമുഖമാണ്. അതിൽ പോലും ഈ തെളിവ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംവാദം കഴിഞ്ഞ് അതിൽ വന്ന ചില ക്ഷീണങ്ങൾ തീർക്കാൻ കണ്ടെത്തിയ ഒരു പ്രചാരണം മാത്രമായിരുന്നു ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്നുള്ളത്. ഇനി അതെങ്ങനെ തെളിവാകും എന്നാണ്. ആയത്തിൽ പറഞ്ഞത് എന്താ? പരലോകത്ത് ജിന്നുകളെയും മനുഷ്യരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. അപ്പൊ ജിന്നുകളോട് ചോദിക്കുന്നു, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, ജിന്ന് സമൂഹമേ, നിങ്ങൾ ധാരാളം മനുഷ്യരെ വഴിപിഴപ്പിച്ചുവല്ലോ. അപ്പോൾ വഖാല ഔലിയാഉഹും മിനൽ ഇൻസി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗ്നാ അജലന അല്ലദീ അജ്ജൽത ലനാ, മനുഷ്യരിൽപ്പെട്ട ജിന്നുകളുടെ ഔലിയാക്കളായിരുന്നവർ പറയും, റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി എത്തുകയും ചെയ്തു, ഇപ്പോഴിതാ മരിച്ച് നിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അള്ളാഹു പറയും, ഖാലന്നാറു മസ്വാക്കും, നിങ്ങളുടെ സങ്കേതം നരകമാണ്, ഖാലിദീന ഫീഹാ, അതിൽ ശാശ്വതരാണ്, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ നിങ്ങളതിൽ ശാശ്വതരാണ് എന്ന് അള്ളാഹു തആല പറയും. ഇതാണ് ഇപ്പൊ ആയത്ത്. ഇതില് ഒന്ന് ഈ മറുപടി പറയുന്നത് ജിന്നിനെ ഔലിയാക്കളായി സ്വീകരിച്ച ഇൻസുകളാണ്. അവർ ചെയ്ത ഇസ്തിംതാഴ് 100% ശിർക്ക് തന്നെയാണ്. ജിന്നിനെ വലിയായി സ്വീകരിച്ചവർ, വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, ജിന്നിന്റെ ഔലിയാക്കളായ ഇൻസുകൾ. അപ്പൊ ദുനിയാവിന് ജിന്നിനെ പൂജിച്ച്, ജിന്നിനെ ആരാധിച്ച്, ജിന്നിന്റെ പിന്നാലെ കൂടി ജിന്നിനെ ഔലിയാക്കളായി സ്വീകരിച്ച മനുഷ്യന്മാർ അവര് പറയും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. അവരോട് പറയും, നിങ്ങളുടെ വാസസ്ഥലം നരകം തന്നെ. പക്ഷെ ഈ ആയത്ത് നമുക്ക് എന്തു മനസ്സിലായി? ജിന്നും ഇൻസും തമ്മിൽ ഒരു ഉപകാരമെടുക്കലുണ്ട് എന്ന് കിട്ടി. ജിന്നും ഇൻസും തമ്മിൽ ഉപകാരമെടുക്കുക എന്ന ഒരു ഏർപ്പാടുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി. അത് ഈ ഔലിയായിന് മാത്രമാണോ, അല്ലാത്തവർക്കും കിട്ടുമോ? ഔലിയായിനുണ്ടെന്ന് ഉറപ്പാകാൻ പോലാണ് ഈ പറഞ്ഞത്. ഔലിയാ അല്ലാത്തവർക്ക് വല്ല ഉപകാരവും കിട്ടുമോ? അങ്ങനെ ഉപകാരം എടുക്കാറുണ്ടോ? അങ്ങനെ വല്ല വഴിയുമുണ്ടോ?
ധാരാളം ചർച്ചകൾ തഫ്സീറിലുണ്ട്. എന്നാൽ നിങ്ങളെ വാസസ്ഥലം നരകമാണ്, ശാശ്വതരാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം അള്ളാഹു പറഞ്ഞത് എന്താ? ഇല്ലാ മാഷ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. ഈ ഔലിയായിന്റെ വിഷയത്തിലാണെങ്കിൽ ഇല്ലാ മാഷ അല്ലാഹ് എന്ന് പറഞ്ഞതിന് എന്തു പ്രസക്തിയാണുള്ളത്? കാരണം ശിർക്കിൽ മുഴുകി ജീവിച്ച് ജിന്നിനെ ഔലിയാക്കളായി സ്വീകരിച്ച് നരകത്ത് പോകാൻ കൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് പിന്നെ ഇല്ലാ മാഷ അല്ലാഹ് ഇല്ലല്ലോ. മാത്രമല്ല പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ട് അവിടുന്ന് ഇത് പറയുന്നതും. പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട് വിചാരണ ചെയ്യുന്ന സമയത്താണ് ഇത് പറയുന്നതും. അപ്പൊ പിന്നെ എന്തിന് ഇല്ലാ മാഷ അല്ലാഹ് പറഞ്ഞു? പലതരം വ്യാഖ്യാനങ്ങൾ തഫ്സീറിൽ കാണാം. ചിലർ പറഞ്ഞു ഇവരെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ആ ഇല്ലാ മാഷ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖബറിലെ കാലഘട്ടവും നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടവും ഒക്കെയാണ് എന്ന് വ്യാഖ്യാനിച്ചവർ ഉണ്ട്. ആ വ്യാഖ്യാനത്തെ ഗണ്ണിച്ച മുഫസ്സിറുകളും ഉണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും പറയാലോ, ഓലെ പറ്റി മാത്രമല്ല. ഏത് കൊടിയും മുശ്രിക്കിനെയും കാഫിറിനെയും കുറിച്ച് എന്ത് പറയാം? നരകത്തിലാന്ന് പറഞ്ഞിട്ട് ഇല്ലാ മാഷാ അല്ലാഹ് പറയാം. ഒരു ഖബർ കിടക്കണ കാലം അല്ലാത്ത കാലം എന്നൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ വ്യാഖ്യാനം ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഔലിയായിന്റെ കൂട്ടത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറയാൻ വകുപ്പില്ല. കാരണം അവർ ശിർക്ക് ചെയ്തവരാണ്. ശിർക്ക് ചെയ്തവർ സ്വർഗം ഹറാമാണ്, നരകമാണ് വാസസ്ഥലം. അപ്പൊ ഈ ഔലിയ അല്ലാത്തവർക്കും ലഭിക്കുന്ന ഇസ്തിംതാഴുകളുണ്ട്. ഇങ്ങനെ വലിയായി സ്വീകരിച്ചവർക്ക് അല്ലാതെയും കിട്ടുന്ന പരസ്പര ഉപകാരങ്ങളുണ്ട്. അത് ശിർക്കായ വഴിക്ക്, ഹറാമായ വഴിക്ക്, കുഫറിന്റെ വഴിക്ക്, ബിദ്അത്തിന്റെ വഴിക്ക്, പല വഴിക്കും ഇസ്തിംതാഴ് നടക്കുന്നുണ്ട്. പലതരം ഉപകാരമെടുക്കലുണ്ട്. അതുകൊണ്ട് ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അത് ആരാണ്? അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, ഈമാന്റെ ആളുകളെയാണ് ഈ ഒഴിവാക്കി പറഞ്ഞത്. അല്ലെങ്കിൽ അഹ്ലി തൗഹീദി, തൗഹീദിന്റെ ആളുകളെയാണ് ഈ ഒഴിവാക്കി പറഞ്ഞത് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നു. അപ്പൊ തൗഹീദിന്റെ ആളുകളും ഈമാന്റെ അഹ്ലുകാർക്കും വരെ കിട്ടുന്ന ചില ഇസ്തിംതാഴുകളുണ്ട്. അത് നരകം ശാശ്വതമാക്കുന്നതല്ല. അവരെ പറ്റിയാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ഇസ്തിംതാഴ് ശിർക്കായതുമുണ്ട്, ശിർക്കല്ലാത്തതുമുണ്ട് എന്ന് കിട്ടി. ശിർക്കാകുന്നില്ല എന്നല്ല, ശിർക്കായതുമുണ്ട്, മഹാഭൂരിപക്ഷവും ശിർക്കായത് തന്നെ. എന്നാൽ ശിർക്കല്ലാത്ത ഇസ്തിംതാഴുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇല്ലാ മാഷാ അല്ലാഹ് പറയേണ്ടി വന്നത് എന്നാണ് അതിൽ നിന്ന് മുഫസ്സിറുകൾ മനസ്സിലാക്കിയത്. ആ ഒരു അർത്ഥത്തിലാണ് കോഴിത്തര സംവാദത്തിലും അതിനു മുമ്പ് നടന്ന മുഖാമുകളിലുമൊക്കെ ഈ ആയത്ത് ഞാനടക്കമുള്ളവർ തെളിവായി ഉന്നയിച്ചത്. പക്ഷെ സംവാദം കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയ വിചിന്തനം 2013 മാർച്ച് 22 വിചിന്തനം, അതിലാണ് ഫസ്റ്റ് ഇത് വന്നത്. കോഴിച്ച സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ വ്യാഖ്യാനം എന്ന് പറഞ്ഞ ഒരു ലേഖനം വന്നു. ഇതിലെ ഒന്നാമത്തെ പാരഗ്രാഫ് എന്താ? കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാരും അബ്ദുൽ നാസർ സുല്ലമയും തമ്മിൽ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, വസിയത്തു ശിർക്ക് മാത്രമേ ആവുകയുള്ളൂ എന്നും വസിയത്തു ശിർക്കല്ല ശരിയായ ശിർക്ക് തന്നെയാണ് എന്നുമുള്ള വിഷയത്തിൽ നടന്ന സംവാദം എന്നാണ്. അപ്പൊ എന്താ വിഷയം? അട്ടിമറിച്ചു. എന്റെ വാദം രേഖപ്പെടുത്തി ഇതിലെന്താ? ശിർക്കല്ല, വസിയത്തു ശിർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വാദിച്ചു. വാദിച്ചതോ സംവാദം കേട്ടവർക്കറിയാം. ചോദ്യം എന്തായിരുന്നു? ശിർക്കല്ലാത്തതുണ്ട് എന്നതിന് തെളിവുണ്ടോന്നാ. ഞാൻ ആയത്തോതാം. ശിർക്ക് ആയതിന് ആയത്തോതേണ്ട ആവശ്യമില്ല, എന്നാലും ഓതാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് നേരത്തെ ഓതി വെച്ച ഫാത്തിഹ ആയത്ത് പറഞ്ഞു. മറ്റൊന്ന് ഹഖാഫിലെ ഒമൻ അള്ളാഹു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി എന്ന ആയത്ത് പറഞ്ഞു. ഈ രണ്ടായത്തും ശിർക്കായതിനുള്ള തെളിവാണ്. ഇനി ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതും ഒന്നിച്ചു പറഞ്ഞ ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് ഞാൻ ഓതി തന്നെ. ശിർക്ക് ആവൂല എന്ന് പറയാനല്ല, ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതും രണ്ടും ഒന്നിച്ച് ഈ ആയത്തിൽ പരാമർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് ഓതിയത്. പക്ഷെ അത് അട്ടിമറിച്ചിട്ട് ശിർക്കല്ല, വസിയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് വാദിച്ചു എന്നാണ് വിചിന്തനത്തിന് ലേഖകന്റെ പേര് പോലുമില്ലാതെ അച്ചടിച്ചു വിട്ടത്. ഇനി ഇതേ ആയത്ത് വെച്ചിട്ട് പല പണ്ഡിതന്മാരും ഇങ്ങനെ തെളിവാക്കിയിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞ ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം അത്തംഹീദു ലി ശർഹി കിതാബി തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തോട് ചോദ്യം, മുസ്ലിം ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്നു എന്ന് വാദിക്കുന്ന ആളുടെ അടുത്തേക്ക് ചികിത്സാവശ്യാർത്ഥം പോകാൻ പറ്റുമോ? ഈ ജിന്നിന് കിട്ടുന്ന ഈ സഹായം ജായിസാണോ ഹറാമാണോ? ഇതാണ് ചോദ്യം. അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്താ? അൽ ഇസ്തിആനതു ബിൽ ജിന്നി സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറ മുസ്ലിമീന വസിയത്തുൻ മിൻ വസാഇലിശ് ശിർക്കി. ജിന്നിനോട് സഹായാർത്ഥനകൾ അവർ മുസ്ലിം ജിന്നാവട്ടെ അമുസ്ലിം ജിന്നാവട്ടെ അവരോടുള്ള സഹായാർത്ഥനകൾ വസിയത്തുൻ മിൻ വസാഇലിശ് ശിർക്കി, ശിർക്കിന്റെ വസീലകളിൽപ്പെട്ട ഒരു വസീലയാണ്. എന്നിട്ട് പറഞ്ഞു ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ് വിശദീകരിച്ചു. എന്നിട്ട് പറയാ വഖദ് ഖാല ജല്ല വഅലാ, ഇത് വസിയത്തു ശിർക്കാണ് തെളിവ്. വഖദ് ഖാല ജല്ല വഅലാ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന ആയത്ത് കൊടുത്തു. അപ്പോൾ വസിയത്തു ശിർക്കാണ് എന്ന് പറഞ്ഞ് തെളിവ് കൊടുത്തത് എന്താ? സൂറത്തുൽ അൻആമിലെ ഈ ആയത്താണ് തെളിവായി ഉന്നയിച്ചത്. അപ്പൊ ആ നിലക്കാണ് പണ്ഡിതന്മാർ ഇതിനെ കണ്ടിട്ടുള്ളത്. ഷെയ്ഖ് ഫൗസാന്റെ ഫതാവയിലും ഇതേ വിഷയം ഇതേ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് തെളിവായി ഇതേ ആയത്ത് കൊടുത്ത് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ വകയായി സ്വന്തം ഒരു അർത്ഥവും അവിടെ കൊടുത്തിട്ടില്ല. ഇക്കാലം അത്രയും ഉള്ളവർ പറഞ്ഞതും നമ്മളതിനെ മനസ്സിലാക്കിയതും KJV സമർപ്പിച്ച പ്രബന്ധത്തിലടക്കം ഉൾക്കൊണ്ടതുമായ ഒരു അർത്ഥത്തിൽ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഇനി വിശദമായി അറിയാൻ ആ വിഷയത്തിൽ മാത്രം ഒരു CD ഇറങ്ങിയിട്ടുണ്ട്. ഇസ്തിംതാഉം ഇസ്തിആനത്തും ചില കുപ്രചാരണങ്ങളും എന്ന പേരിൽ വീഡിയോ ക്ലിപ്പിംഗ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തഫ്സീറും നേരെ ഉദ്ധരിച്ച് കാണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു CD ഇറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്കത് കിട്ടും. വീഡിയോ അടക്കം അതിൽ ലിങ്കുണ്ട്. അതിൽ ചെന്നാൽ വിശദമായി നിങ്ങൾക്കത് അറിയാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജിന്നുകളല്ല ദുആ കേൾക്കൂല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജിന്നുകളോട് ശരണം തേടിയത് ജിന്നുകൾ കേട്ടതായിട്ട് ഖുർആനിലുണ്ടല്ലോ. പിന്നെ അതുപോലെ ഭൗതികത അഭൗതികത എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ വ്യക്തമായിട്ടുള്ള ശരി. ദുആ കേൾക്കില്ല എന്ന് പറയുന്നു. എന്നാൽ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞ ശരണത്തേട്ടം ജിന്നുകൾ കേട്ടു എന്നും പറയുന്നു. അത് പിന്നെ ദുആ കേൾക്കില്ല എന്ന് പറയാൻ പറ്റുമോന്നാ? ദുആ കേൾക്കില്ല എന്നതിന് രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. ഞാനിപ്പോൾ ദുആ ചെയ്തു അല്ലാഹുമ്മ ഗ്ഫിർലി യാ അർഹമർ റഹീമീൻ, നിങ്ങളൊക്കെ കേട്ടില്ലേ? അതിനർത്ഥം നിങ്ങളൊക്കെ ദുആ കേൾക്കുന്നവരാണ് എന്നാണോ? അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നു പറയാം. നമ്മളെല്ലാവരും ദുആ കേൾക്കുന്നില്ല. എത്രയോ മനുഷ്യന്മാർ ദുആ ചെയ്യും, നമ്മളൊക്കെ കേൾക്കുന്നു. ദുആ കേൾക്കുക എന്ന് പറയുമ്പോൾ അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് സമീഉദ് ദുആ മുജീബുദ് ദുആ എന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തി. അള്ളാഹുവാണ് ദുആ കേൾക്കുന്നവൻ, അള്ളാഹുവാണ് ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു, ദുരിതത്തിൽ അകപ്പെട്ടവൻ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവനാര്? നേരത്തെ പറഞ്ഞ സൂറത്തുൽ ജിന്നിലെ ആ ആയത്ത് വെച്ചിട്ട് ഒരു ഉത്തരം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അവിടെ കേട്ടു, ഗർവ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. അള്ളാഹു ചോദിക്കുന്നു, പ്രയാസപ്പെടുന്നവൻ ദുആ ചെയ്താൽ ആ ദുആ കേട്ട് ഉത്തരം ചെയ്യുന്നവൻ ആരുണ്ട്? ജിന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ദുആ കേൾക്കുന്നവൻ അള്ളാഹു മാത്രം. അതിൻ്റെ ബാഹ്യമായ പദങ്ങളോ അതിനെ ഉപയോഗിക്കുന്ന മറ്റു ആംഗ്യങ്ങളോ ഒക്കെ ഒരു പക്ഷേ എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റും. ദുആ എന്നത് മനുഷ്യന്റെ ഖൽബിൽ നിന്നാണ്. അത് കേൾക്കാനും അറിയാനുമെല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വേറെ ഒരു പടപ്പും ആ ദുആ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഗാഫിലായ ഖൽബിന് ദുആക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞു. അശ്രദ്ധമായ ഖൽബിന്റെ ദുആക്ക് ഉത്തരമില്ല. അപ്പൊ ഖൽബ് അശ്രദ്ധമാണോ അല്ലേ എന്നൊക്കെ അറിയുന്നവനെ ദുആക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ദുആക്ക് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കൊടുക്കതല്ല ദുആക്ക് ഉത്തരം ചെയ്യൽ. ചോദിച്ച കാര്യം എടുത്തു കൊടുത്തു ദുആക്ക് ഉത്തരം ചെയ്യാന്ന് പറയില്ല. മാതാ അമൃതാനന്ദമയ്യെ പോയി കണ്ടു ഒരാൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവരുടെ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വലിയ കടത്തിലാണ്, അമ്മ സഹായിക്കണം.
അപ്പോൾ ആ ഉദ്ദേശിച്ചത് എന്താ? അമ്മൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ മതി, എൻ്റെ കടക്ക് വിടും, അമ്മക്ക് അങ്ങനത്തെ സിദ്ധിയുണ്ട് എന്നാണ് ഓൻ്റെ വിശ്വാസം. ഓൻ പ്രാർത്ഥിച്ചതാണ്. അമ്മ നേരെ ഒരു കാലിൽ ചെക്കാണ്ട് കൊടുത്തു, എനിക്ക് ആവശ്യമുള്ള കട എത്ര വെച്ചെങ്കിൽ ബാങ്കിൽ പോയി എടുത്തു എന്ന് പറഞ്ഞു. എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടി എന്ന് പറയാൻ പറ്റുമോ? കണ്ണ് കാണാത്ത മനുഷ്യൻ അമ്മയോട് പോയിട്ട് തേടി, അമ്മ കണ്ണിന് കാഴ്ചയില്ല, സഹായിക്കണം. ആ ഉദ്ദേശം അമ്മ ഒന്ന് തടവിയാൽ മതി, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുന്ന. അമ്മ അവരെ ഹോസ്പിറ്റലിൽ എഴുത്തു കൊടുത്ത് അവിടെ പോയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിക്കുക, പൈസ ഒന്നും വേണ്ട. ഓപ്പറേഷനൊക്കെ ചെയ്ത് പുതിയ കണ്ണൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇറങ്ങി. എൻ്റെ ദുആക്ക് അമ്മ ഉത്തരം ചെയ്തു പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് അവന് ഉത്തരം ഇവിടെ കിട്ടിയില്ലേ? കിട്ടി. അത് നമ്മൾ ദുആക്കുള്ള ഇജാബത്ത് എന്ന് പറയില്ല. ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ദുആക്കുള്ള ഉത്തരമാവില്ല. ഒരു മനുഷ്യന്റെ ഭാവിഭൂത വർത്തമാനം അറിയുന്നവൻ അവന് ഏറ്റവും ഖൈറായ വഴി എന്തോ ആ വഴിയിലേക്ക് അവൻ എത്തിച്ചു കൊടുക്കലാണ് ദുആക്കുള്ള ഇജാബത്ത്. കണ്ണ് കാണാത്ത മനുഷ്യൻ ജീവിതാവസാനം വരെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ കണ്ണിന് കാഴ്ച തരണേന്ന്. ഓന് കാഴ്ച കിട്ടാതെ മരിച്ചു. ഓന് ദുആക്ക് ഉത്തരം കിട്ടിയോ? ഇല്ല എന്ന് പറയാനായിട്ടില്ല. വെള്ളത്തിലും വീണ് മുങ്ങി മരിക്കാൻ പോകുന്ന മനുഷ്യൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, രക്ഷിക്കണേ എന്ന് അള്ളാഹിനോട്. ഓൻ മുങ്ങി മരിച്ചു. ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അറിയാൻ പറ്റുമോ? പറ്റില്ല. രക്ഷിക്കണേ എന്ന പ്രാർത്ഥനക്കുള്ള ഉത്തരമായിരിക്കാം ഒരു പക്ഷേ അവനെ മുക്കിക്കൊന്നത്. അവന് ശരിയായ രക്ഷ ഇപ്പൊ വെള്ളത്തിൽ നിന്ന് കയറ്റലാണോ, ഇപ്പൊ മരിക്കലാണോ, ഏതാ ഒരു ആത്യന്തികമായ രക്ഷയ്ക്കുള്ള മാർഗം, അത് റബ്ബിനെ അറിയൂ. അതുകൊണ്ട് ചിലപ്പോൾ ഓൻ മുങ്ങിയാണ് മരിക്കും. ഓന്റെ രക്ഷ ആ മരണമാണ്. ഓൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നാൽ ഒരു പക്ഷെ 10 കൊല്ലം കൂടി ജീവിച്ച് കാഫിറായി മരിച്ച നരകത്ത് പോയി ചാടാൻ സാധ്യത ഉണ്ടാവും. അള്ളാഹ് ഓനെപ്പാണ് കൊല്ലും, മുക്കുവരെ. ഓൻ മുങ്ങിയാണ് മരിച്ചു. ദുആ കേട്ടില്ല എന്ന് പറയുന്നത് ദുആ കേട്ടിട്ടുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ദുആക്ക് 3 രൂപത്തിലാ ഉത്തരം. ഒന്നുകിൽ ചോദിച്ച കാര്യം കൊടുക്കും, അല്ലെങ്കിൽ ഒരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. അതെന്താ? ചോദിച്ച കാര്യം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അള്ളാഹ്ക്ക് അല്ല. പിന്നെന്തിനാ മുസീബത്ത് ഒഴിവാക്കി കൊടുക്കുന്നത്? ഈ ചോദിച്ച കാര്യം അവന് കൊടുത്താൽ അവന് ഖൈറല്ല, അവന് ശർറാണ്. അവന്റെ കണക്കിൽ അത് ഖൈറാണെങ്കിലും അള്ളാഹ്ക്കറിയാം അത് അവന് കൊടുക്കാൻ പറ്റൂല. അത് കൊടുത്താൽ ഓൻ കൊടുക്കും, അപ്പൊ കൊടുക്കൂല. പകരം മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. അപ്പൊ അതാണ് ദുആക്കുള്ള ഉത്തരം. ഒരു പക്ഷേ മുസീബത്തും ഒഴിവാക്കി കൊടുക്കാൻ പറ്റൂല. ചിലപ്പോൾ കണക്കാക്കിയ മുസീബത്തില്ല, അല്ലെങ്കിൽ ഉള്ള മുസീബത്ത് ഒഴിവാക്കിയ വേറെ മുസീബത്ത് അപ്പുറത്തുണ്ടാവും. അത് റബ്ബിനെ അറിയുള്ളൂ. അപ്പൊ അതും ഉണ്ടാവില്ല. പകരം പരലോകത്ത് പോകാൻ ദുആ ചെയ്തതിന് പ്രതിഫലം കൊടുക്കും. അതാണ് ദുആക്കുള്ള ഉത്തരം. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ആത്യന്തികമായ രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും മനസ്സിലാക്കി ഇടപഴകലാണ് ദുആക്കുള്ള ഉത്തരം. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ. പ്രയാസപ്പെടുന്നവൻ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവനാര്? അല്ലാഹ് മാത്രം. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ ആര്? അല്ലാഹു മാത്രം. പ്രത്യേകം മനസ്സിലാക്കുക, കരയിലും കടലിലും വഴി കാണിക്കുന്നവനാര്? അള്ളാഹിന്റെ ചോദ്യം സൂറത്തുൻ നംലിൽ. നിങ്ങൾ അള്ളാഹ് ചോദിക്കുക, ഇലാഹും അല്ലാഹ്, എന്നിരിക്കെ അള്ളാഹിനെ കൂടെ മറ്റു ഇലാഹുകളോ? കരയിൽ വഴി കാണാതെ ഇടങ്ങാറാകുമ്പോൾ ഒരുത്തം വന്ന് ടോർച്ച് കൊടുത്തു അതിനോട് പോയിക്കോ എന്ന് പറഞ്ഞാൽ ആയത്ത് പൊളിഞ്ഞോ? കടലിൽ പോയി വഴി അറിയാതെ നട്ടം തിരിയുമ്പോ വേറെ ഒരു കപ്പൽ വന്നു, ദിശ കാണിച്ചു കൊടുത്തു, ആയത്ത് പൊളിഞ്ഞോ? ഇല്ല. അപ്പൊ കരയിലും കടലും വഴി കാണിക്കുക എന്നുള്ളത് ആ വഴി കാണിക്കതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ ദുആ കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയുന്നവൻ അല്ലാഹു മാത്രം. എന്നാ പിന്നെ മക്കത്തെ മുശ്രിക്കീങ്ങൾ തേടിയപ്പോ ജിന്ന് കേട്ടു എന്നാണല്ലോ സൂത്ത് ജിന്നിലുള്ളത്. വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദുന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖാ. ചില ഇൻസുകൾ ചില ജിന്നുകളോട് ശരണം തേടി, അത് അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. അപ്പൊ കേട്ടിട്ടല്ലേന്നാ. എന്താണ് സംഭവം? മക്കത്തെ മുശ്രിക്കുകൾക്ക് ജിന്നുകളെ പറ്റിയുള്ള വിശ്വാസം തന്നെ ശിർക്കിൽ അധിഷ്ഠിതമാണ്. ജിന്നുകളെ അവർ റബ്ബിന്റെ ശരീക്കന്മാരാക്കി നിശ്ചയിച്ചു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്.
അപ്പോൾ അവർക്ക് ജിന്നുമായി ബന്ധപ്പെട്ട വിശ്വാസം തന്നെ അങ്ങനെയാണ്. ഇനി ഒരു വിജനമായ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു ധാരണ ഉണ്ട്, ഇവിടെ ജിന്നുകളുണ്ടാകും, ആ ജിന്നുകളെ ശല്യം ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നു. അവിടെ ജിന്ന് ഉണ്ടോന്നോ ഒരു ശല്യപ്പെടുത്തോന്നോ ഒന്നും അവർക്ക് അറിയില്ല, പക്ഷെ ഓലെ വിശ്വാസമാണത്. അതുകൊണ്ട് അത്തരം സ്ഥലത്തെത്തുമ്പോൾ അവർ പറയും, അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ പ്രദേശത്തെ ജിന്ന് നേതാവിനോട് ഞാൻ കാവലിനെ തേടുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ജിന്ന് ഉള്ള സ്ഥലത്ത് തന്നെ മനുഷ്യന്മാർ വരുമ്പോൾ മനുഷ്യനെ കണ്ട് പേടിച്ചിട്ട് ജിന്ന് ഓടുന്ന, മനുഷ്യന്മാരെ കണ്ട് വേജായിട്ട് കുറെ ഇൻസുകൾ വരുന്നുണ്ട് വണ്ടിക്കോ എന്ന് പറഞ്ഞ് എല്ലാം കൂടി വണ്ടി കഴിച്ചിലാവും. അങ്ങനെ ഓടുന്ന ഓട്ടത്തിലാണ് ഇവരിവിടുന്ന് അഊദു ബിസയ്യിദി ഹാദൽ വാദി, ജിന്ന് നേതാവിനോട് കാവലിനെ തേടുന്നു എന്ന് പറയുന്നത്. അത് ഓടുന്ന ജിന്ന് കേൾക്കുക, അപ്പോൾ നിൽക്കും, എടാ ഓർക്ക് നമ്മളെ പേടിയാണ്. നറാഹും യഫ്റുഖൂന മിന്നാ കമാ നഫ്റുഖു മിൻഹും, നമ്മൾ ഓലെ പേടിക്കുന്ന പോലെ അവർ നമ്മളെയും പേടിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ ഓടേണ്ട അവിടെ നിൽക്കുക എന്ന് പറയും. അപ്പൊ തേടിയ നേതാവല്ല കേട്ടിട്ടുള്ളത്. അവിടെയുള്ള ജിന്നാള് ഓടുമ്പോ ഇവൻ പറയാ എന്ത്, ജിന്ന നേതാവിനോട് കാവലിനെ തേടുന്നു. അപ്പൊ ഓനെ മനസ്സിലായി ഓയ്ക്ക് നമ്മളെ പേടിയാണ്. അപ്പൊ ഓൻ തിരിഞ്ഞിക്കും. നമ്മളുടെ നായിന്റെ പിന്നാലെ ഓടിയാല്, നായിന്റെ പിന്നാലെ കുറേ ഓടിയാൽ കുറച്ച് നായി തിരിഞ്ഞ് ഇങ്ങോട്ട് ഓടും. അപ്പൊ നമ്മൾ ഓടും പേടിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ് ചെല്ലുമ്പോൾ ഓല് ഓടുക. അപ്പോഴേ ഇത് പറയണത് ജിന്നെ കാക്കണേ. അപ്പൊ ഓന് തോന്നി ഓൽക്ക് നമ്മളെ പേടിയാ, എന്നാ ഒന്ന് നെട്ടിക്കാന്ന്. അങ്ങനെ തിരിഞ്ഞു വന്നിട്ട് അസ്വാബഹും ബിൽ ജുനൂനി, ഇവർക്ക് ഭ്രാന്തുണ്ടാക്കുന്ന. അപ്പൊ ഇവൻ തേട്ടത്തിന് ഉത്തരം കിട്ടിക്കല്ല, ഇവനെ ഇടങ്ങാറാക്കിക്ക. അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ല, അവിടെ ജിന്നുകൾക്ക് നേതാവ് ഉണ്ടോ ഇല്ലേ, അത് ഇവന്റെ വിശ്വാസം. ഉണ്ടോ ഇല്ല ആർക്കറിയാം. ആ നേതാവ് അവിടെ ഉണ്ടോ ഇല്ല ആർക്കറിയാം. ഓൻ്റെ ഒരു വിശ്വാസമാണ്. ഇങ്ങനെയാണ് പറഞ്ഞാൽ എനിക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ സംഭവിച്ചത് ഇത്. അതാണ് ഫസാദുഹും റഹഖ, അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത് പറയുമ്പോൾ മറ്റൊരു ഗർവ് വർദ്ധിക്കുന്നു, കിബർ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ മറ്റൊന്നുള്ളത്, അവർ ഏത് വിപത്തിൽ നിന്നും രക്ഷയ്ക്കായി ആ സയ്യിദിനെ അവർ അവലംബിക്കുമായിരുന്നു. അതും ഇബ്നു കസീറിൽ കാണാം. അവിടെ ചെന്നിറങ്ങുമ്പോൾ അവർ പറയും, ജിന്നിന്റെ നേതാവിന് കാവലിനെ തേടുന്നു. എന്തിൽ നിന്ന് കാവലിനെ തേടുന്നു? മിൻ ഷൈഇൻ യസൂഉഹും, അവർക്ക് പ്രയാസകരമാകുന്ന എന്തു സംഗതി ഉണ്ടാകുന്നതിൽ നിന്നും കാവലിനെ തേടുന്നു. അല്ലെങ്കിൽ മിൻ അൻ ഉദറ ഫീ മാലി ഔ അഹ്ലി ഔ മാശിയതി ഔ വലദി, എൻ്റെ സമ്പത്തിലോ എൻ്റെ സന്താനങ്ങളിലോ എൻ്റെ കന്നുകാലികളിലോ എൻ്റെ സ്വന്തത്തിലോ വല്ല ദുരിതങ്ങളും ബാധിക്കുന്നതിൽ നിന്ന് ജിന്ന് നേതാവിനോട് കാവലിനെ തേടുന്നു. ആ തേട്ടം എന്തെന്നെയാണ്? ശിർക്കാണ്. ഓൾക്ക് ജിന്നുമായി ബന്ധപ്പെട്ട വിശ്വാസം തന്നെ ശിർക്കാണ്. അതിനൊരു തേട്ടവും ശിർക്കാണ്. ആ തേട്ടം കേട്ട് ഉത്തരം ചെയ്തിട്ടില്ല ഇവിടെ. ആ തേട്ടം കേട്ടത് ഓടിപ്പോകുന്ന ലോക്കൽ ജിന്നുകളാണ്. അപ്പൊ ഓ മറ്റൊന്നെ മൂക്കുമ്പോൾ തോണ്ടാന്നുള്ള ചാൻസ് ആക്കി ഉപയോഗിച്ചു എന്ന് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ദുആ കേൾക്കുന്നവൻ ജിന്നല്ല, മലക്കല്ല, നബിയല്ല, വലിയല്ല, ഇൻസല്ല. ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം. അതാണ് സമീഉദ് ദുആ, മുജീബുദ് ദുആ എന്നൊക്കെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. വേറെ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി അവിടുന്ന് ഇങ്ങോട്ട് ഇട്ടാൽ മതി എന്ന് സംഘാടകർ അറിയിക്കുന്നു. പേര് ഉമർ ഫാറൂഖ്, മാഹിയാണ് സാർ. സക്കരിയ സലാഹിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ട കാര്യത്തിൻ്റെ ഒരു സംശയമാണ്. ഈ പുഴയിൽ വീണ ഒരാൾ ജിന്നിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് വസീലത്തി ശിർക്കും ഹറാമുമേ ആകുന്നു. അപ്പോൾ പുഴയിൽ വീണ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട് പുഴക്കരയിലെത്തിയിട്ട് ആൾ ചിന്തിക്കുകയാണ്, ഞാൻ കൃത്യസമയത്ത് ജിന്നിനെ വിളിച്ചുകൊണ്ട് ജിന്ന് വന്ന് എന്നെ രക്ഷിച്ചു. ആ വിശ്വാസം ശിർക്കാണോ ഹറാമാണോ, എന്താണത്? അതൊക്കെ ശിർക്ക് തന്നെയാണ്, ഹറാമല്ല. സക്കരിയ സലാഹി പറഞ്ഞത് ആ ആളെ പറ്റി അല്ല താനും. അങ്ങനെ വിചാരിച്ച ആളെ പറ്റിയല്ല സക്കരിയ സലാഹി പറഞ്ഞത്. നമ്മൾ ആളുകൾക്ക് ധാരണ ഉണ്ട്, പുഴയിലൊക്കെ വീണ് ആകെ വെള്ളം കുടിച്ച് മുങ്ങിച്ചാകാൻ പോകുമ്പോഴേ അപ്പോഴുള്ള ദുആ ആവുള്ളൂ എന്ന ധാരണ ആളുകൾക്കുണ്ട്. ദുആ ആകാൻ പുഴയിൽ വീഴണം എന്നില്ല.
കരക്ക് നിൽക്കുമ്പോഴും ഉണ്ട് ദുആ. വയറ് നിറയെ ഭക്ഷണം കഴിച്ച് സുഖമായി ചാരി കസേരി ചാരി കിടക്കുമ്പോഴും ദുആ ഉണ്ട്. ആൾക്ക് അങ്ങനെ ധാരണയാണ്, ചുരത്തുമ്പോൾ വണ്ടി ബ്രേക്കൊക്കെ പോയി ആകണ്ട് ബേജാറായി അപ്പൊ ജിന്നേന്ന് വിളിച്ചാലോ, പുഴയിലാണ്ട് വീണ് മരിക്കാൻ പോവുക അപ്പൊ ജിന്നേന്ന് വിളിച്ചാലോ, അപ്പൊ മാത്രമേ ദുആ ഉള്ളൂ എന്ന് ആളുകൾ ധാരണ. അപ്പൊ ദുആ ആയത് അല്ലാത്തപ്പോഴും ദുആ തന്നെയാണ്. പിന്നെ എന്തിനാ ആ ഉദാഹരണം പലപ്പോഴും അല്ലാഹു തആല പറഞ്ഞത്? മക്കാ മുശ്രിക്കുകളെ പറ്റി പറഞ്ഞല്ലോ, കപ്പലിൽ കയറിയാൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ആ സമയത്ത് സാധാരണ പ്രാർത്ഥിക്കാത്തൊരു മനസ്സും അപ്പം ചെയ്യും, പ്രാർത്ഥിക്കാൻ തയ്യാറാവും. അതുകൊണ്ടാണ് ഉദാഹരണം എടുത്ത് പറയുന്നത്. അല്ലാഹനെ ഓർമ്മയില്ലാത്തവനും ആ സമയത്തും ചെയ്യും, റബ്ബേന്ന് വിളിച്ചു പോകും. അവിടെ അല്ലാഹ് വിളിച്ചത്, അവിടെ റബ്ബ് മതെങ്കിൽ എന്താ പിന്നെ അപ്പുറത്ത് വേറെ ആള് എന്ന്. ഈ കപ്പൽ മുങ്ങാൻ പോകുമ്പോൾ അല്ലാഹനാണല്ലോ വിളിക്കണത്, പിന്നെന്തിനാ കരയിൽ പോയിട്ട് വേറുള്ളവരെ വിളിക്കുന്നതാണല്ലോ ചോദിച്ചത്. അല്ലാതെ ഈ വിളിയേ ദുആ ആവുള്ളൂ, കരക്ക് പോയിട്ട് ആരെയും വിളിച്ചോ ഇവിടെ എന്നെ മാത്രം വിളിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. അപ്പൊ ഒരു തേട്ടം ദുആ ആണെങ്കിൽ അത് പുഴയിലും ദുആ തന്നെ, കരയിലും ദുആ തന്നെ, കടലിലും ദുആ തന്നെ, എവിടെയും ദുആ തന്നെ. ആ ദുആ ജിന്നിനോടാണോ ശിർക്ക് തന്നെ? സംശയമല്ല. അത് ജിന്ന് കരക്കുണ്ടായാലും ശിർക്ക്, കരക്കില്ലെങ്കിലും ശിർക്ക്. ജിന്ന് കരക്കുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ശിർക്ക്. അതേസമയം അവന്റെ വിശ്വാസം അടിസ്ഥാനത്തിലാണ് ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്. കരക്കൊരു മനുഷ്യനുണ്ടെങ്കിലോ, പുഴയിൽ വീണു മുങ്ങി പൊങ്ങി പറ്റ മരിക്കാൻ പോകുമ്പോ ഒരു മനുഷ്യൻ കരക്കുണ്ട്, ആ മനുഷ്യനെ വിളിച്ചാൽ പ്രാർത്ഥന ആവുമോ? ആവും നമ്മളാരെങ്കിലും പറയോ? ഇല്ല. ആ സമയത്ത് മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലോ പ്രാർത്ഥനയാണ്. അല്ലാത്ത സമയത്ത് മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലോ പ്രാർത്ഥനയാണ്. അല്ലാത്ത സമയത്ത് മുമ്പിലുള്ള മനുഷ്യനെ വിളിച്ചാലോ പ്രാർത്ഥന അല്ല. എന്നാ അത് പ്രാർത്ഥന ആകുന്ന ഘട്ടമില്ലേ? ഉണ്ട്. അപ്പൊ ആരെ വിളിക്കുന്നു, എവിടുന്ന് വിളിക്കുന്നു, എപ്പോൾ വിളിക്കുന്നു എന്നതല്ല, ഏത് അടിസ്ഥാനത്തിൽ വിളിക്കുന്നു എന്നതാണ് ഒരു വിളി പ്രാർത്ഥനയാവാനുള്ള മാനദണ്ഡം. ഇവിടെ വല്ലോനെ കാണുകയാണെങ്കിൽ ഓൻ പുഴയ്ക്ക് ചാടി നീന്താൻ പറ്റുമെങ്കിൽ നീന്തെങ്കിൽ, ചാടി പിടിക്കണേ പിടിച്ചോട്ടെ, ഇല്ലെങ്കിൽ പിടിക്കും വേണ്ട എന്ന നിലക്കാണോ അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. ഇനി അങ്ങനത്തെ വിളിച്ചു ചാടിയത് മനുഷ്യനാണ്, വാൻ കരക്ക് കയറ്റി വാൻ മെലെത്തി പോകാൻ വിചാരിക്കാവൂ. ഞാൻ ആ സമയത്ത് മനുഷ്യനെ വിളിച്ചുകൊണ്ട് അയാൾ എത്തി എന്ന് വിശ്വസിച്ച ശിർക്കുണ്ടോ? ഇല്ല. ഞാൻ ആ സമയത്ത് മൊയ്തീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് മൊയ്തീൻ ശൈഖ് ഇയാളെ പറഞ്ഞയച്ചു ആണെങ്കിലോ ശിർക്കാണ് താനും. അപ്പോൾ ആരെ വിളിക്കുന്നു എന്നല്ല, ഏത് മാനദണ്ഡത്തിൽ വിളിക്കുന്നു. ആരെ സ്നേഹിക്കുന്നുവെന്നല്ല, ഏത് മാനദണ്ഡത്തിൽ സ്നേഹിക്കുന്നു. ആരെ പേടിക്കുന്നുവെന്നല്ല, ഏത് മാനദണ്ഡത്തിൽ പേടിക്കുന്നു. അതാണ് ശിർക്ക്. ഒരാൾ എലിയെ പേടിക്കുന്നു, ശിർക്കാണോ? അല്ല. മറ്റൊരാൾ പാമ്പിനെ പേടിക്കുന്നു, ശിർക്കാണോ? അല്ല. എന്നാൽ എലിയെ പൂജിക്കുന്നവൻ എലിയെ പേടിക്കുന്നു, ശിർക്കാണോ? ശിർക്കാണ്. പാമ്പിനെ പൂജിക്കുന്ന ഹൈലവൻ പാമ്പിനെ കാണുമ്പോൾ കൈകൊപ്പി നിൽക്കുന്നു, ഈ പേടി ശിർക്കാണോ? ശിർക്കാണ്. എന്താ വ്യത്യാസമുള്ളത്? ഒരു പക്ഷേ ഈ കൂപ്പുന്ന മനുഷ്യന്റെ മനസ്സിൽ ഉള്ളതിനേക്കാളും പേടി പാമ്പിനെ കണ്ട് പാമ്പ് കൊത്തുമെന്ന് പേടിച്ച് ഓടുന്ന മനുഷ്യനുണ്ടാവും. എന്നാലും അവന്റെ പേടി ശിർക്കായില്ല, ഇവന്റെ പേടി ശിർക്കായി. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാള് പോകുന്ന വഴിക്ക് ജാറം കണ്ടു, അവൻ 10 ഉറുപ്പിക ഇട്ടു. നമ്മളെന്താ പറയാ? ചങ്ങായി എന്തിനാണ് ഈ ശിർക്കിന് പൈസ കൊടുക്കുന്നത്? കുറച്ചപ്പുറത്തൊരു പള്ളി കണ്ടു, പള്ളിനെ മുമ്പിൽ സംഭാവനപ്പെട്ടിട്ടുണ്ട്, അവിടെയും 10 ഉറുപ്പിക ഇട്ടു. നമ്മൾ പറയാം നല്ല കാര്യം, എനിക്ക് ഇവിടെ ഇട്ടാ പോരേന്നോ? കുറച്ചപ്പുറം പോയി ഒരു ഭിക്ഷക്കാരൻ കയറി, ഫോനും കൊടുത്തു 10 ഉറുപ്പിക, നമ്മൾ ആക്ഷേപിക്കൂല. കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ധൻ കയറി, ഇവനും കൊടുത്തു 10 ഉറുപ്പിക, നമ്മൾ ആക്ഷേപിക്കും. ഓൻ ചോദിക്കുക എന്തോടോ ഒക്കെ കൊടുത്ത് 10 അല്ല, എന്താ 10? 2 ആക്ഷേപിച്ചു, 2 അംഗീകരിച്ചത് എന്താ? അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. കൊടുത്തത് എല്ലാ സ്ഥലത്തും 10. പക്ഷെ വിശ്വാസമാണ് പരിഗണിക്കപ്പെടുക. ജാടത്തിലേക്ക് പണമെറിയുമ്പോൾ ജാടത്തിൽ മരിച്ചെടുക്കുന്ന തങ്ങള് വിശന്ന് എടുക്കാനായി കിടക്കുക, വല്ലതും വാങ്ങി തിന്നോട്ടെ എന്നാണ് വിശ്വാസം? അല്ല. ഇവിടെ 10 ഉറുപ്പിക ഇട്ടാൽ എൻ്റെ യാത്രയ്ക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകും, ബാക്കി മൂപ്പര് നോക്കിക്കൊള്ളുന്ന, അവിടെ പിഴച്ചു. ആ സമാനമായ വിശ്വാസം തന്നെയാണ് സിദ്ധന് പണം കൊടുക്കുമ്പോഴും. മൂപ്പർക്ക് 10 ഉറുപ്പിക എടുത്ത് മൂപ്പരെ പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാ. എന്നാൽ യാചകന് 10 കൊടുക്കുമ്പോഴോ ആ സാധു പോയി വല്ലതും വാങ്ങി കഴിച്ചോട്ടേ എന്നേ ഉള്ളൂ. പള്ളിയിലെ സംഭാവനപ്പെട്ടിക്ക് പണം കൊടുത്തപ്പോഴോ
അള്ളാഹിനു നിന്ന് പ്രതിഫലം കിട്ടുന്നേ ഉള്ളൂ. ആ വിശ്വാസമാണ് എവിടെയും വേർതിരിയുന്നത്. വിശ്വാസം അദൃശ്യ മാർഗത്തിൽ ഗുണമാശിക്കുന്നുവോ ദോഷം ഭയക്കുന്നുവോ അവിടെ ശിർക്ക് വന്നു. അതില്ലേ ശിർക്ക് വരുന്നില്ല. ആ അർത്ഥത്തിലാണെങ്കിൽ സ്നേഹവും ഭയവും ആദരവും ബഹുമാനവും എല്ലാം ശിർക്കായി മാറും. തേട്ടം മാത്രമല്ല, തേട്ടം ശിർക്കാകുന്നിടത്ത് സ്നേഹം ശിർക്കാകും, ഭയം ശിർക്കാകും, ആദരവ് ശിർക്കാകും, ബഹുമാനം ശിർക്കാകും. അല്ല തേട്ടം മാത്രം ശിർക്ക്, മറ്റൊന്നും ശിർക്കില്ല എന്നല്ല. ജിന്നിനോട് തേട്ടം ശിർക്കാകുന്നിടത്ത് ജിന്ന് കാണുമെന്ന വിശ്വാസം ശിർക്കാണ്, ജിന്ന് കേൾക്കുമെന്ന വിശ്വാസം ശിർക്കാണ്, ജിന്ന് അറിയുമെന്ന വിശ്വാസം ശിർക്കാണ്, ജിന്നിനെ പേടിക്കൽ ശിർക്കാണ്, ജിന്നുകളെ സ്നേഹിക്കൽ ശിർക്കാണ്. ആ അർത്ഥത്തിലാണെങ്കിൽ. അല്ലെങ്കിലോ ജിന്ന് കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. ജിന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം, ഇത് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. ജിന്നുകൾ പല ഉപദ്രവം ചെയ്തേക്കാമെന്നൊരുത്തം പേടിച്ചാൽ ആ പേടി ശിർക്കാണോ? അല്ല. അപ്പൊ അവിടേക്ക് ഏതു അർത്ഥത്തിൽ എന്നതാണ് പ്രധാനം. ഒരാൾ ഉമ്മയെ സ്നേഹിക്കുന്നു, ശിർക്കാണോ? അല്ല. റബ്ബിനെ സ്നേഹിക്കുന്നു, തൗഹീദാണോ ഇബാദത്താണോ? ആണ്. ആ സ്നേഹം ഉമ്മ കൊടുത്താലോ ശിർക്കായി മാറും ചെയ്തു. അപ്പൊ റബ്ബിന് കൊടുക്കുന്നത് പുറത്തേക്ക് കൊടുത്താൽ അത് ശിർക്ക്. പുറത്തേക്ക് കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കൊടുത്തതുകൊണ്ട് ഇബാദത്താകുന്നില്ല, ഒരു പക്ഷെ അള്ളാഹിനെ പരിഹസിക്കലായി മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ ചെരുപ്പൂത്തിയുടെ ഉദാഹരണം പോലെ. അതാണ് വ്യത്യാസം. വേറെ വല്ലുണ്ടാ? ഇപ്പോൾ നാരിയ സലാത്തിനെ പറ്റി ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്ന നാട്ടില് ലംബദാരിമി പറഞ്ഞ അതിൽ ശിർക്കുണ്ടെന്ന് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ നോമ്പിന് സക്കറിയ സലായി അവിടെ പ്രസംഗിച്ചപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ശിർക്കായിട്ട് അതിന് വ്യാഖ്യാനിച്ച് അത് ശിർക്കുണ്ട്, ശിർക്കല്ലാതെ വ്യാഖ്യാനിച്ച് അത് ശിർക്കില്ല. ഇതൊരു നാരിയ സലാത്തിന്റെ മാത്രം കാര്യമാണോ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുടെ എക്സ്ട്രാ സലാത്തുകളുടെയും മൗലൂദുകളുടെയും കാര്യമാണോ? അതല്ലെങ്കിൽ സക്കറിയ സലാഹിന്റെ ഈ വിശദീകരണം തെറ്റാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്? സക്കറിയ സലാഹി പറഞ്ഞതാണ് ശരി. അത് തന്നെയാണ് ലബ്ബാദാരിമിയും പറഞ്ഞത്. പക്ഷെ ലബ്ബാദാരിമി പറഞ്ഞതിന് ഒരു കഷ്ണം മാത്രമേ ആളുകൾ കേട്ടിട്ടുള്ളൂ എന്ന് മാത്രം. മുഴുവനായി കേട്ടാൽ ആർക്കും ഒരു പരാതിയും അതിൽ ഉണ്ടാവില്ല. ഖത്തറിൽ നിന്ന് ഒരു സമസ്തക്കാരൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. അതാണ് തുടക്കം. ഫോൺ ചെയ്ത് ചോദിച്ചു, തിരിച്ചും മറിച്ചും പല വഴിക്കും ചോദിച്ചു. അതിൽ നിന്ന് കിട്ടിയ ഒരു കഷ്ണമാണ് അയാൾ മുറിച്ചെടുത്ത് ഇവിടെ പുറത്തേക്കിട്ടത്. അത് മാത്രം കേട്ടപ്പോഴാണ് ഓ ഇപ്പം നാരിയാസാത്തും കുഴപ്പമില്ല എന്നാ പറയുന്നത് എന്നായി മാറിയത്. ഞാൻ അദ്ദേഹത്തെ നേരെ കണ്ട് അദ്ദേഹത്തോട് വിഷയം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയ വിശദീകരണം വളരെ കൃത്യമാണ് താനും. അദ്ദേഹം പറഞ്ഞത് നാരിയാസ്ലാത്തെ കുറിച്ച് അയാൾ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അത് വലാലത്തായ ബിദ്അത്താണ്. കാരണം നിങ്ങൾ അതിന് വലിയ മഹത്വവും വലിയ പ്രതിഫലവും പ്രത്യേക എണ്ണവും പ്രത്യേക രീതിയും എല്ലാം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്തുൻ വലാലയാണ്, വഴിപിഴച്ച ബിദ്അത്താണ്. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സമസ്തക്കാരൊക്കെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. 11 വട്ടം ജില്ലയാളെ കൂലി, 33 വട്ടം ജില്ലയാളെ കൂലി എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പറഞ്ഞു, തഫ്രീജിയായ സ്വലാത്തു പലതിൽ മെച്ചമാ നാരിയത്തെന്നൊരു പേരതിനു പ്രസിദ്ധമാ. തഫ്രീജിയായ സ്വലാത്ത് എന്ന നാരിയ സ്വലാത്ത് പല സ്വലാത്തിനേക്കാളും മെച്ചമാണ്. കാരണം അതിന്റെ മഹത്വം പറഞ്ഞത് റബ്ബിന്റെ നിധിയിൽ പെട്ട നിധിയും ഒന്നിതാ, കൂടാതെ ഖജനാവിന്റെ താക്കോലും ഇതാ. അള്ളാഹുവിന്റെ നിധിയിൽപ്പെട്ട നിധിയാണ് നാരിയ സ്വലാത്ത്. റബ്ബിന്റെ ഖജനാവ് തുറക്കാനുള്ള താക്കോലാണ് നാരിയ സ്വലാത്ത്. ഇനി ചൊല്ലേണ്ട രീതി പഠിപ്പിച്ചു. മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ഖവന് ഭൂവനം വാനവും. എന്നും 11 പ്രാവശ്യം ഇത് ചൊല്ലുകയാണെങ്കിൽ ആകാശഭൂമികൾ അവന് ഉപജീവനം ചൊരിഞ്ഞു കൊടുക്കും. അവിടുന്ന് ആരംഭിച്ചിട്ട് 33ന്റെ മഹത്വം, 111ന്റെ മഹത്വം, 333ന്റെ മഹത്വം, 444ന്റെ മഹത്വം, 1000 എണ്ണത്തിന്റെ മഹത്വം എല്ലാം അതിൽ പറയുന്നു. അവസാനം പറഞ്ഞു അതിൻ്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. അവസാനത്തെ എണ്ണം 4444.
ഈ അദദ് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. 4444 എന്ന എണ്ണം ചൊല്ലിത്തീർക്കുകയാണെങ്കിൽ ഏതു പ്രയാസവും നിനക്ക് എളുപ്പമായി മാറും. ഈ അർത്ഥത്തിലാണ് അവർ നാരിജാസുറാത്തിനെ കാണുന്നത്. അതുകൊണ്ട് ളലാലത്തായ ബിദ്അത്താണ്. അപ്പൊ ഈ ചങ്ങായി ചോദിച്ചു, അതിൽ ശിർക്കുണ്ടോ? അദ്ദേഹം വളരെ സൂക്ഷ്മമായി അദ്ദേഹം പറഞ്ഞു, അതിന്റെ പദങ്ങളിൽ ഞാൻ ശിർക്ക് കണ്ടിട്ടില്ല, പദങ്ങളിൽ ശിർക്ക് കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ അത്ര മതി എന്നും പറഞ്ഞ് മൂപ്പര് ഫോൺ വെച്ചു. അതാണ് വിഷയം. പദങ്ങളിൽ ശിർക്കില്ല, പക്ഷേ അതിന്റെ ഉദ്ദേശം ശിർക്കായ തരത്തിൽ തന്നെയാണ് സമസ്തക്കാരെ കൊണ്ടെടുക്കുന്നത്. പദത്തിൽ എന്താ ഉള്ളത്? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതാണ് നാരിയ സ്വലാത്ത്. 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന ഒരു മുസ്ലിയാർ ഉണ്ടാക്കിയതാണ്. 800കളിൽ മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന ആളാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിന് അള്ളാഹുവെ പരിപൂർണമായ സ്വലാത്തും സലാമും ചെയ്യണേ അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്. അതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ആ പദങ്ങൾ ഹദീസിലുണ്ടോ? ഇല്ല. ഹദീസിൽ ഉണ്ടാവണം എന്നില്ല. സ്വതന്ത്രമായ ഒരു സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് ഏത് പദവും പറയാം, അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസവുമില്ല. നബിക്ക് ഗുണത്തിന് വേണ്ടി തേടുക, അതാണോ സ്വലാത്ത്. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ തമിഴിലോ ഒക്കെ പറ്റും. ഒരാൾ മലയാളത്തിൽ പറഞ്ഞു, പഠിച്ചവനെ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ, അതും സ്വലാത്താണ്, അതും സ്വലാത്താണ്. അപ്പോൾ സ്വതന്ത്രമായി സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഏത് പദവും ഒരാൾക്ക് പറയാം. ഹദീസിൽ വന്ന പദമേ പറയാവൂ എന്നില്ല. ഹദീസിൽ വന്ന പദം ആണെങ്കിൽ അതിലേക്കൊന്നും ചേർക്കാൻ പാടില്ല, അതുള്ളത് പോലെ തന്നെ പറയണം. അതുകൊണ്ടാണ് ഇബ്രാഹിമിയ സ്വലാത്തിൽ സയ്യിദിനെ കൂട്ടുമ്പോൾ നമ്മൾ വിമർശിക്കുന്നത്. അത് റസൂല് പഠിപ്പിച്ച പദങ്ങളാണ്, അതിൽ പിന്നെ കൂട്ടാൻ പറ്റൂല. ഏതുപോലെ ദുആ, ഒരാൾക്ക് ജീവിതത്തിൽ എന്തും പ്രാർത്ഥിക്കാം, അയാൾക്ക് എന്ത് ആവശ്യമുണ്ടോ റബ്ബിനോട് പറയാം. അള്ളാഹും റസൂലും പഠിപ്പിച്ച പദങ്ങൾ മാത്രമേ ദുആയിൽ ഉപയോഗിക്കാവൂ എന്നുണ്ടോ? ഇല്ല. എന്നാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച ദുആയിൽ ഇവന് മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആഇ വബി നബിക്കല്ലദീ അർസൽത എന്നത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് മാറ്റി പറഞ്ഞപ്പോഴേക്കും നബി പറഞ്ഞു പറ്റൂല, വബി നബിക്ക എന്ന് ചൊല്ലണം. അതെന്താ? അത് റസൂല് പഠിപ്പിച്ചു കൊടുത്ത പദങ്ങളാണ്, അതിൽ പിന്നെ മാറ്റാൻ പറ്റൂല. അല്ലാതെ ദുആ എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? എന്തും ദുആ ചെയ്യാം. ഒരുത്തൻ ദുആ ചെയ്തു, എന്നിട്ട് പിന്നെ പറയാം ഞാനിപ്പ ചെല്ല ദുആ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിർവഹിക്കൽ സുന്നത്താണ് പറഞ്ഞാലോ അത് ബിദ്അത്തായി മാറി. ഇത് രാവിലെ ചൊല്ല എത്ര കൂലിട്ടെന്ന് പറഞ്ഞാലോ ബിദ്അത്തായി മാറി. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില എന്ന് ഒരുത്തൻ ചൊല്ലി ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, പഠിച്ചവനെ പൂർണ്ണമായ ഗുണം ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. സ്വലാത്താണ്, പ്രതിഫലാർഹമാണ്, തെറ്റില്ല. ഇത് ചൊല്ലിയാൽ 11 വട്ടം ചൊല്ലിയാൽ എത്ര കൂലിട്ടും ആകാശം ഭൂമി റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന പറഞ്ഞാലോ കഴിഞ്ഞു, ബിദ്അത്തായി മാറി. പിന്നെ പറഞ്ഞെന്താ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ നബിയെ കൊണ്ടാണ് കെട്ടിക്കുടുക്കുകൾ അഴിയുന്നത്. വതൻഫറജു ബിഹിൽ ഖുറബ്, ആ നബി മുഖേനയാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്. വതുഖദാ ബിഹിൽ ഹവായിജു, ആ നബി മുഖേനയാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത്. വതുനാലു ബിഹിർ റഗായിബു, ആ നബി മുഖേനയാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത്. ലബ്ബാദാരിമി പറഞ്ഞു ഇതിൽ അത്രയേ ഉള്ളൂ. നബിയെ സഹായിക്കണേ എന്ന് തേട്ടം അതിലില്ല, നബിയെ ആവശ്യം പൂർത്തീകരിക്കണേ എന്ന് അതിലില്ല. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തിയാകും, നബി മുഖേന പ്രയാസങ്ങൾ തീരും, നബി മുഖേന ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എന്നാണുള്ളത്. അത് അദ്ദേഹം പറഞ്ഞു അത് പല അർത്ഥത്തിലും വ്യാഖ്യാനിക്കാലോ. അപ്പൊ ഒരുത്തം പറയാം ഞാൻ പണ്ട് ഭയങ്കര മാനസിക ടെൻഷനിലായിരുന്നു, തൗഹീദൊക്കെ മനസ്സിലാക്കി ദീനൊക്കെ പഠിച്ചപ്പോൾ എൻ്റെ എല്ലാ ടെൻഷനും മാറി. അപ്പൊ ഒരു ടെൻഷൻ മാറാൻ കാരണക്കാരനാരാ? റസൂൽ പഠിപ്പിച്ച ദീനോ സ്വീകരിച്ചു, ഒരു ടെൻഷൻ മാറി.
കടം കൊണ്ട് കുടുങ്ങിയ ഒരാള് ഓൻ തെരഞ്ഞു പിടിച്ച ഹദീസിൽ വല്ല ദുആയുണ്ടോ, കടം വന്നാക്ക്, ഓന് ദുആ കിട്ടി, ഓൻ ആ ദുആ ജീവിതത്തിൽ പാലിച്ചു, ഓന് കടത്തുനിന്നൊക്കെ മോചനം കിട്ടി. അപ്പൊ കടം വീടുക എന്നൊരു ആവശ്യം പൂർത്തീകരിച്ചത് നബി മുഖേനയാണ്. പ്രയാസം കൊണ്ട് വലഞ്ഞ ഒരാള് അത് റസൂൽ പഠിപ്പിച്ച വല്ല ദുആയുണ്ടോ അന്വേഷിച്ചു, ആ ദുആ കിട്ടി, ഓനത് ചൊല്ലി, ഓൻ ആശ്വാസം കിട്ടി. അപ്പൊ ഓൻ ആശ്വാസം കിട്ടി നബി മുഖേനയാണ്. ആ അർത്ഥത്തിലാണോ? ശിർക്കാണോ? അല്ല. ആ അർത്ഥത്തിൽ തന്നെ ചെല്ലുകയാണെങ്കിൽ ശിർക്കില്ല. അതാണ് ലബ്ബാദാനബി പറഞ്ഞത്, അതിന്റെ പദങ്ങളിൽ ഞാൻ ശിർക്ക് കണ്ടിട്ടില്ല. എന്നാൽ ഈ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിൽ ചൊല്ലുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ഞാൻ എന്തിനാ ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. ഇത് ചൊല്ലിയാൽ തന്നെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടും തീരും പൊന്നേന്നാ. അവിടെ തന്നെ കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നാരിയാസ്വലാത്തിനെ പറ്റി എഴുതിയത് നബിയോടുള്ള ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാസ്വലാത്ത് എന്ന. നബിയോടുള്ള ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാസ്വലാത്ത് ആ അർത്ഥത്തിലാണ് ഒരുത്തൻ ചെല്ലുന്നത്? ശിർക്ക് തന്നെയാണ്. നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ, നബിന്റെ ബുദ്ധിമുട്ട് തീർക്കും, നബിന്റെ പ്രശ്നം തീർക്കും, നബി ആഗ്രഹം സഫലീകൃതമാക്കും എന്ന അർത്ഥത്തിലാണോ നാരിയാസ്വലാത്ത് ചൊല്ലുന്നത്? ശിർക്ക് തന്നെ. ആ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിലെ കുബൂരികൾ ചൊല്ലുന്നത്. ഓരോ ഇപ്പന്ന് വ്യാഖ്യാനമൊന്നുമില്ല. പിന്നെ കുടുങ്ങുമ്പോൾ പോലും ഒപ്പിക്കലുണ്ട്. ഇങ്ങനത്തെ വ്യാഖ്യാനം പറഞ്ഞിട്ട് ഇപ്പം നാദാപുരത്ത് ഖണ്ഡനം എന്നപ്പോൾ പേരോട് ഒപ്പിച്ചു. നബി മുഖേനയല്ലേ നമുക്ക് വലിയ വലിയ നിയമത്ത് കിട്ടിയത്, നബി മുഖേനയല്ലേ സ്വർഗം കിട്ടാൻ വഴിയുണ്ടായത്, നബി മുഖേനയല്ലേ നരകമോചനത്തിന് നമുക്ക് അവസരം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ മൂപ്പര് അവിടെ ഒപ്പിച്ചു. പക്ഷെ ആ അർത്ഥത്തിലല്ല അവർ ചൊല്ലുന്നത്. നാരിയാസ്വലാത്ത് എപ്പോഴാണ് ചൊല്ലുക? അസുഖം വന്നാൽ നാരിയാസ്വലാത്തെല്ലും, മാന നഷ്ടപ്പെട്ടാൽ നാരിയാസ്വലാത്തെല്ലും, വിസ കിട്ടുന്നില്ലേ നാരിയാസ്വലാത്തെല്ലും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടോ നാരിയാസ്വലാത്തെല്ലും. അപ്പം എന്താ ഇത് ചൊല്ലിയാല് നബി ഇടപെടും, നബി ഇത് അറിയും, നബി ഇത് കേൾക്കും, നബി എൻ്റെ പ്രശ്നം തീർക്കും എന്ന് തന്നെയാണ് ഓലെ വിശ്വാസം. അതുകൊണ്ട് അവർ ചൊല്ലുന്ന നാരിയാസ്വലാത്ത് ശിർക്ക് തന്നെയാണ്. അതിൽ ലബ്ബാദാലിബിക്ക് സംശയമില്ല, സക്കരിയാസ്വലായിക്കും സംശയമില്ല, നമുക്കാർക്കും സംശയമില്ല. അതൊന്നുമല്ല, അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. ഒരു സാധുതൊന്നും അറിയാതെ ഓന് ഖുറാഫത്തും അല്ലതൊന്നും അറിയില്ല. ഓൻ ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ, നബി മുഖേന ബുദ്ധിമുട്ട് ഒഴിവാകുന്നതിനാണ്. എനിക്കിപ്പോ സ്വർഗത്തുകളെ വഴി പഠിപ്പിച്ച റസൂലാണല്ലോ, ആ റസൂൽ പഠിപ്പിച്ച ദീന പ്രകാരം ജീവിച്ചിട്ടാണല്ലോ എനിക്ക് സ്വർഗത്തേക്ക് എത്താനുള്ള വഴി ഉണ്ടായത് എന്നൊരു അർത്ഥത്തിലാണെങ്കിലോ അത് ശിർക്കില്ല എന്ന് പറയാം. എന്നാൽ ഈ സ്വലാത്ത് സെലക്ട് ചെയ്യുമ്പോഴോ ബിദഅത്തായി മാറി. കാരണം പ്രത്യേക എണ്ണവും വണ്ണവും രീതിയിൽ നിശ്ചയിച്ച് പ്രത്യേക പ്രതിഫലം ഓഫർ ചെയ്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ച ഒരു സ്പെഷ്യൽ സ്വലാത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് തന്നെ ബിദഅത്തായി മാറി. അതാണ് ലബ്ബാദാലിബി പറഞ്ഞത്. അദ്ദേഹത്തെ ശേഷം വിളിച്ച പലരോടും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു ഫോൺ ക്ലിപ്പിൻ്റെ കഷ്ണം മാത്രം മുറിച്ച് അത് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകളെ ഭാഗത്ത് കിട്ടിയ ചോദ്യമാണ്, ഇവിടെ ഗ്രന്ഥങ്ങളിൽ അഭൗതികമായ മാർഗത്തിലൂടെ മനുഷ്യനെ സഹായിക്കാൻ ഒരു വ്യക്തിക്കോ സൃഷ്ടിക്കോ കഴിയില്ല, ഇതാണ് ഇബാദത്തിന്റെ ഉറവിടം എന്ന് മറ്റെല്ലാ നേതാക്കളും പഠിപ്പിക്കുന്നു. ഇപ്പോൾ 2012 ശേഷം ചില വ്യക്തികൾ ജിന്നും മലക്കും അഭൗതികമാണെന്നും വാദിക്കുന്നു. മുൻകാല ആദർശമനുസരിച്ച് പ്രബോധനം നിർവഹിക്കുന്നവരെ എന്റെ നേതാവായ പ്രവാചകരെ, ഞാൻ ധാരാളമായി പാപങ്ങൾ ചെയ്തു, അങ്ങയോട് ആവലാതി പറയുന്നു. അവിടെ ഞാൻ എന്താ വ്യാഖ്യാനിക്കാനുള്ളത്? അബ്ദുക്കൽ മിസ്കിൻ യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور. സറഫനാമിലെ അഷ്റഖ ബൈത്തിലെ 11-12 വരികൾ. നബിയെ, അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ ഔദാര്യം ആഗ്രഹിക്കുന്നു. നബിയെ, അങ്ങയെക്കുറിച്ച് സൽവിചാരം മാത്രമാണ് എനിക്കുള്ളത്. അതിനാൽ അങ്ങനെ സഹായിക്കണേ, അങ്ങനെക്ക് അഭയം നൽകണേ. ആപൽഘട്ടങ്ങളിൽ അഭയം നൽകുന്ന നബിയെ, നരകാഗ്നിയിൽ നിന്ന് താങ്കൾ രക്ഷിക്കണേ, താങ്കളാണല്ലോ നരകത്തിൽ രക്ഷിക്കുന്നവൻ. ഇവിടെ ഞാൻ എന്ത് വ്യാഖ്യാനം കൊടുക്കാനുള്ളത്? അത് പച്ചയായ ശിർക്ക് തന്നെയാണ്. ആ
ആ നിലയ്ക്ക് വന്ന പ്രയോഗങ്ങൾ മാലയിലും മൗലീദിലും റാത്തീബില് കുത്തുബിയത്തില് ബുർദയില് എല്ലാം ഉണ്ട്. കുത്തുബിയത്തിൽ മൊഹീദീൻ ശൈഖെ വിളിച്ചുകൊണ്ട് നേർക്ക് നേരെ പറയുന്നു, ബസ്റുഫു ആദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അഅ്താകഹു ഫഅൻത മാലികുഹു. മൊഹീദീൻ ശൈഖെ, താങ്കളൊക്കെ ജീവിച്ച് പോയ ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എനിക്ക് താങ്കൾ വഴി കാണിക്കണേ, ഹിദായത്ത് തരണേ എന്നർത്ഥം. വനജ്നി മിൻ ലല്ലാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയദ്ദീനി. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ശൈഖേ. അതൊക്കെ നേർക്ക് നേരെ തേട്ടങ്ങളാണ്, അതിനൊരു വ്യാഖ്യാനം കൊടുക്കാനില്ല. അത് പച്ചയായ ശിർക്കുമാണ്. നാരിയ സ്വലാത്തിൽ നബിയെ സഹായിക്കണേ എന്നില്ല. ഇല്ലെങ്കിൽ പോലും ആ ഉദ്ദേശത്തിന് മറ്റൊന്ന് ചെല്ലുന്നുവെങ്കിൽ അത് ശിർക്കാണ്. ഇല്ലേ, ആ പദങ്ങളിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ അതില് മറ്റു മൗലൂദിനോ മറ്റൊന്നത് ബാധകമല്ല. ഇങ്ങനെ വന്ന വരികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ അതിന് ബാധകാക്കാം. ഈ നേക്കുന്ന വിളിയില്ല, തേട്ടമില്ല, ഒന്നുമില്ലാത്ത ഒരു പദപ്രയോഗം വ്യക്തം പറയാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ പിന്നെ അല്ലെങ്കിൽ ശിർക്കാന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോഴേ ശിർക്ക് വരിക. നാമങ്ങളിലോ ഗുണങ്ങളിലോ വിശേഷണങ്ങളിലോ ആരാധനയിലോ പങ്കു ചേർക്കുമ്പോഴാണല്ലോ ശിർക്ക് വരിക. അതെവിടെ വന്നോ അപ്പൊ ശിർക്കായി. അതില്ലേ ശിർക്കില്ല എന്ന് പറയേണ്ടി വരും. അല്ലാതെ ഇല്ലാത്തത് ശിർക്കുണ്ടാക്കി പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. മറ്റൊന്ന് പറഞ്ഞത് പുഴയിൽ വീണ ആളെ പറ്റിയാണ്. അപ്പം നേരത്തെ പറഞ്ഞ വിശദീകരണം തന്നെയാണ് അവിടെ ഉള്ളത്. ആ ഉദ്ദേശം ആ വിശ്വാസമാണോ? ആ വിശ്വാസം ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. അത് രക്ഷപ്പെട്ടിട്ടും അതേ വിശ്വാസം തന്നെ ഉള്ളൂ എങ്കിലോ വിശ്വാസം അപ്പോൾ ശിർക്കാവൂല. രക്ഷപ്പെട്ട മുമ്പും രക്ഷപ്പെട്ട ശേഷമൊക്കെ വിശ്വാസം അനുസരിച്ചാണ് ശിർക്ക് വരിക. അതാണ് നേരത്തെയും പറഞ്ഞത്. വിശ്വാസം എന്ത് എന്നാണ് പ്രധാനം. ആ വിശ്വാസം അഭൗതികത വകവെച്ച് കൊടുക്കുന്ന വിശ്വാസമാണോ ശിർക്കായി. അതില്ലേ ശിർക്ക് എന്ന് പറയാൻ നമുക്ക് അവിടെ വകുപ്പില്ല. അതിൽ ഒരാളെയും തിരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. സക്കറിയ ഞാൻ തിരുത്തി എന്ന് പറഞ്ഞത് ശരിയല്ല. അത് സൂപ്പർ ബസാർ മുഖാമുഖത്തിലാണ് ആ ചോദ്യം വന്നത്. അവിടെ തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുമുണ്ട്. അത് തിരുത്തി എന്നുള്ളതല്ല. സക്കറിയ സ്വലാഹിയുമായി ബന്ധപ്പെട്ട വിഷയം ചോദ്യം വന്നപ്പോൾ ഈ നിലയ്ക്ക് വിശദീകരിച്ചപ്പോൾ അവസാനം അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത്തരം ഉദാഹരണങ്ങൾ പറയാതിരിക്കല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു ശരിയാണ്, അത് ഞാൻ സ്വലാഹിയോടും പറഞ്ഞിട്ടുണ്ട്. അതാണ് തിരുത്തി എന്ന് പറഞ്ഞത്. സ്വലാഹിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ പറയരുത്. കാരണം നമ്മൾ പറയുന്ന ആ അർത്ഥത്തിൽ തന്നെ ആവണം എന്നല്ല മറ്റുള്ളവർ എടുക്കുന്നത്. ഇത് ദുരുദ്ദേശപരമായി നോക്കിക്കാണുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്ക് ദുരുപയോഗം ചെയ്യാൻ ഇത് വഴിവെക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത്. അത് സ്വലാഹിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ സൂപ്പർ ബസാർ മുഖാമുഖത്തെ CD-യിൽ അത് വന്നിട്ടുമുണ്ട്. അത് എല്ലാവരോടും എന്നോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. അത്തരം ഉദാഹരണങ്ങൾ തിരഞ്ഞു നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് ഓർക്ക് നമ്മൾ അത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരിക്കത് പഠിയാൻ വേണ്ടിയില്ല. ചോദ്യങ്ങൾ 2 രൂപത്തിലുണ്ട്. നിങ്ങളെ പറ്റില്ല കേട്ടോ. ചോദ്യങ്ങൾ 2 രൂപത്തിലുണ്ടല്ലോ. വിഷയങ്ങൾ തിരിയാൻ വേണ്ടി ചോദിക്കാം, ആളെ തിരിക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ ആളെ തിരിക്കാൻ ചോദിക്കുമ്പോൾ പിന്നെന്ത് ചെയ്യുക? അതിന് തിരിക്കാൻ പറ്റിയ വഴി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ആ നിലയ്ക്ക് സ്വലാഹിയോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന, ഇനിയും പറയേണ്ടുന്ന ഒരു ഉപദേശമാണ് താനും. അല്ല സ്വലാഹിയെ തിരുത്താൻ ഞാൻ സ്വലാഹി തിരുത്താൻ മാത്രം ഞാനാരാ? സ്വലാഹിയെ തിരുത്താൻ എനിക്കിത് യോഗ്യതയുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ചില പദപ്രയോഗങ്ങൾ വരുമ്പോൾ അത് മറ്റുള്ള ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ലബ്ബാദാലിമിയോടും പറഞ്ഞു, നിങ്ങൾക്ക് ഫോൺ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഫോണിൽ കൂടി നിങ്ങൾ അങ്ങനെ പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളൊരു പക്ഷേ നിഷ്കളങ്കമായിട്ട് പറയായിരിക്കും, വിളിക്കണമെന്ന് ആ നിഷ്കളങ്കത ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങൾ വീട്ടിലൊന്ന് ചോദിച്ചോട്ടെ, പറഞ്ഞു കൊടുത്തോളി. അല്ല ഫോണിൽ കൂടി പറഞ്ഞു പോകാൻ പിന്നെ അത് വേറെ രൂപത്തിൽ ഉപയോഗിക്കും. അതുകൊണ്ട് ഫോൺ കോളുകൾ ശ്രദ്ധിക്കണം എന്ന് ലബ്ബാദാലിമിയോടും പറഞ്ഞിട്ടുണ്ട്. അത് എന്നോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. നമ്മളെല്ലാവരോടും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് അത് തന്നെയാണ്. അപ്പം അതിലൊന്നും വേറെ അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല. പറവല്ലുണ്ടോ? എൻ്റെ പേര് അബ്ദുൽ ഹക്കീം, കണ്ണൂർ ജില്ലയിലെ പ്ലാത്ര സ്വദേശിയാണ്. ഇപ്പോൾ ഉണ്ടായ ഈ വിവാദ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് സക്കറിയ സലാഹിയും ടീമും കേരളത്തിൽ ആദ്യമായി യാ ഇബാദല്ല ഐസുനി എന്ന ഹദീസ് ജിത്ത് ചികിത്സ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വലിച്ചു വന്നു എന്നാണ് പറയുന്നത്. അതായത് പണ്ഡിത ലോകം വലിച്ചെറിഞ്ഞ ഒരു ഹദീസ് കേരളത്തിൽ ആദ്യമായി ചർച്ചയ്ക്ക് കൊണ്ടുവന്നു എന്നാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ മുസ്ലിം ലോകത്ത് ഈ ഹദീസ് ആദ്യമായി ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് ആരാണ്? കേരളത്തിൽ ഈ ഹദീസ് ആദ്യമായി ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് ആരാണ്? അവസാനമായി ഒരു ചോദ്യം കൂടി. അതായത് ഞാൻ പല ക്ലാസ്സുകളും പങ്കെടുത്തപ്പോൾ കേട്ടത്, അതായത് ഓരോ മുസ്ലിമിനും പണ്ഡിതന്മാരോടുള്ള സമീപനം,
അതായത് ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിൽ തെറ്റ് പറ്റിയത് കൊണ്ട് മാത്രം ആ പണ്ഡിതനെ പാടെ ഉപേക്ഷിക്കുകയോ അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കാനോ ശ്രമിക്കരുത് എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലുണ്ടായ ഈ ജിന്നുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തിൽ കേരള ജമിയത്തുൽ ഉലമ എന്ന നാം നാളിതുവരെ ഫോളോ ചെയ്തു വന്ന ഏറ്റവും നല്ലൊരു പണ്ഡിത സംഘടനയെ ഈ ഒരു വിഷയത്തിൽ തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കി അവരെ ഇനിയും ആ KJUവിനെ നമ്മൾക്ക് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇനി പറ്റില്ലെങ്കിൽ അതിലുള്ള എന്താണ് അവരിൽ വന്ന ഗുരുതരമായ പാളിച്ചകൾ? രണ്ട് കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഒന്ന്, ഈ ഹദീസ് ആരാണ് ലോകത്ത് ആദ്യമായി ഇങ്ങനെ വിവാദമായി വലിച്ചു കൊണ്ടുവന്നത്? കേരളത്തിൽ ആരാണ് ആദ്യമായി അത് വിവാദമാക്കിയത്? ലോകത്ത് ഇത് വിവാദമായ രൂപത്തിൽ കൊണ്ടുവന്നത് സൂഫികളാണ്. ഹദീസ് ഏകദേശം സ്വഹാബത്തിന്റെ കാലം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു പോരുന്നതും തൊട്ടു ശേഷമുള്ള കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചതുമാണ്. ഇമാം തൊബറാനി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹിജ്റ 300കളിൽ വഫാത്തായ പണ്ഡിതനാണ്. താബിഈയായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ ജീവിതത്തിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബിമാരെ കണ്ട് ദീനു പഠിച്ച് പണ്ഡിതനായി മാറി മസ്ജിദുൽ ഹറാമിൽ ക്ലാസ് എടുത്തിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്. അദ്ദേഹം ഒരു യാത്രാമധ്യേ വഴിതെറ്റിയപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, അത് പ്രകാരം പ്രാവർത്തികമാക്കിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ സനദ് എനിക്ക് കാണണം. സനദ് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സനദ് തൃപ്തികരമല്ല, അതിനാൽ തൃപ്തികരമല്ലാത്ത സനദ് പ്രകാരം അമൽ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഇത് ശിർക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നല്ല പറഞ്ഞത്. ഇതിൽ സനദ് കാണണം എന്ന് പറഞ്ഞു. കണ്ടപ്പോൾ പറഞ്ഞു, ഇത് തൃപ്തികരമായ സനദല്ല, അതിനാൽ അത് പ്രകാരം ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത തലമുറയിൽ വന്ന ഇമാം അഹമ്മദിന്റെ ജീവിതത്തിലും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇമാം അഹമ്മദ് ഹിജ്റ 200കളിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. 300കളിലാണ് ഇമാം തൊബറാനി ജീവിക്കുന്നത്. അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. 400കളിലാണ് ഇമാം ബൈഹഖി ജീവിക്കുന്നത്. അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏകദേശം ആ കാലത്താണ് ഇബ്നു സുന്നി റഹിമഹുല്ലാഹ് ജീവിച്ചത്. അദ്ദേഹത്തിന് അമലുൽ യൗമി വല്ലൈല എന്ന കിതാബിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. 600കളിലാണ് ഇമാം നബവി ജീവിച്ചത്. നബവി ഇമാമിന്റെ അൽ അദ്കാറിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. 700കളിലാണ് ഇബ്നു തൈമിയ്യ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് അൽ കലിമുത്ത് ത്വയ്യിബ് എന്ന കിതാബിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. അതേ കാലത്താണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ കിതാബുകളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നിട്ടുണ്ട്. ശേഷം ഇങ്ങോട്ട് വ്യാപകമായ ചർച്ചയുമുണ്ട്. അപ്പൊ 1-ാമത്തെ നൂറ്റാണ്ട് മുതൽ തന്നെ പണ്ട് ലോകത്ത് ചർച്ചയുള്ള ഒരു ഹദീസാണ് ഇത്. അന്നത്തെ ചർച്ച ഈ ഹദീസിൽ ശിർക്കുണ്ടോ ശിർക്കില്ലേ എന്നതായിരുന്നില്ല. ഇത് സ്വഹീഹാണോ സ്വഹീഹല്ലേ എന്നതായിരുന്നു അന്നുള്ള ചർച്ച. എന്നാൽ പിന്നീട് ഏകദേശം ഹിജ്റ 10-ാം നൂറ്റാണ്ടോടുകൂടി സൂഫികൾ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചു. പല ഹദീസും ദുർവ്യാഖ്യാനിച്ച കൂട്ടത്തിൽ ഈ ഹദീസും ദുർവ്യാഖ്യാനിച്ചു. അങ്ങനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവായി ഈ ഹദീസ് കൊണ്ടുവരികയും ഈ ഹദീസിൽ വന്ന ഇബാദുള്ള മരിച്ചുപോയ അമ്പ്യൗലിയാക്കന്മാരാണ് എന്ന് അവർ വാദിക്കുകയും ചെയ്തു. ഹദീസിന്റെ പ്രയോഗം ഇതാണ്: നിങ്ങൾ ജനവാസമില്ലാത്ത സ്ഥലത്തെത്തിപ്പെടുകയും നിങ്ങൾക്ക് പ്രയാസം നേരിടുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. അതാണ് ഒരു പ്രയോഗം. മറ്റൊരു പ്രയോഗം വന്നത്, നിങ്ങൾ ഒരു വിജനപ്രദേശത്തെത്തുകയും നിങ്ങളെ മൃഗം നഷ്ടപ്പെടുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ അതിനെ പിടിച്ചു വെക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിന് ഭൂമിയിൽ ചില അടിമകൾ ഉണ്ട്, നാം അവരെ കാണുകയില്ല. ഫൈനലില്ലാഹി ഇബാദൻ ലാ നറാഹും, അള്ളാഹുവിന് ചില അടിമകൾ ഉണ്ട്, നാം അവരെ കാണുകയില്ല. ഒന്നങ്ങനെ. ഫൈനലില്ലാഹി ഫിൽ അർളി ഹാദിറൻ സയഹ്ബിസുഹു അലൈക്കും, ഭൂമിയിൽ ഹാജരായ ചില അടിമകൾ ഉണ്ട്, അവർ ആ മൃഗത്തെ പിടിച്ചു വെക്കും. മൂന്നാമത് റിപ്പോർട്ടിൽ വന്നത്, അള്ളാഹുവിന് ചില മലക്കുകൾ ഉണ്ട്, ഹഫളത്തല്ലാത്ത മലക്കുകൾ, ഭൂമിയിലേക്ക് ഒരു ഇല പൊഴിയുന്നത് പോലും അവർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നിങ്ങൾക്കൊരു ആവശ്യം നേരിട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. ഈ 3 രൂപത്തിലാണ് ഹദീസിന്റെ പ്രയോഗമുള്ളത്. അപ്പൊ ഇതിൽ വന്ന
വിശേഷണം: 1 ഹാജരായ അടിമകൾ, 2 മൃഗത്തെ പിടിക്കുന്ന അടിമകൾ, 3 നാം അവരെ കാണുകയില്ല, അത്തരം അടിമകളാണവർ. അപ്പൊ ഹാജരായി മൃഗത്തെ പിടിക്കുന്നു, പക്ഷെ നമ്മൾ കാണുന്നില്ല. അപ്പൊ ഉറപ്പായി ഇത് മനുഷ്യന്മാരെ പറ്റല്ല എന്ന് ഉറപ്പായി. കാരണം മനുഷ്യരാണെങ്കിൽ ഹാജരായ മൃഗത്തെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ കാണും. പക്ഷികളോ മൃഗങ്ങളോ ഒന്നുമല്ല ഉദ്ദേശം. കാരണം അവർ ഹാജരായി മൃഗത്തെ പിടിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ കാണും. അപ്പോൾ ഹാജരായി മൃഗത്തെ പിടിക്കാൻ കഴിയുന്ന എന്നാൽ നമ്മൾ കാണാത്ത അടിമകൾ ആര്? ആ വിശേഷണമുള്ളവരാണ് മലക്കുകൾ, ആ വിശേഷണമുള്ളവരാണ് ജിന്നുകൾ. ഇനി അത് രണ്ടുമല്ലാത്ത അങ്ങനത്തെ വല്ല സൃഷ്ടികളുണ്ടെങ്കിൽ അവർക്കും അത് ബാധകമായേക്കാം. എന്നാൽ സൂഫികൾ പറഞ്ഞു, ഈ പറയപ്പെട്ടത് മരിച്ചുപോയ മഹാന്മാരെ കുറിച്ചാണ്. അവരിവിടെ ഹാജരാകും, അവർ മൃഗത്തെ പിടിക്കും, നമ്മൾ ഓരെ കാണൂല. അതുകൊണ്ട് മൊയ്തീൻ ശൈഖിനോട് വിളിക്കാം, മരിച്ചുപോയ വിളിക്കാം, ഞങ്ങൾക്ക് ഈ ഹദീസ് തെളിവാണ്. അപ്പൊ പണ്ഡിതന്മാരെ പറഞ്ഞു, ഈ ഹദീസ് നിങ്ങൾക്ക് തെളിവല്ല 2 കാരണം കൊണ്ട്. 1, ഈ ഹദീസ് സ്വഹീഹല്ല, അതോട് കൂടി ഇപ്പം തെളിവല്ലാതായി മാറി. ഇനി നിങ്ങളെ വാദപ്രകാരം സ്വഹീഹാണ് എന്ന് സങ്കല്പിക്കുക. കാരണം സൂഫികൾ അത് സ്വഹീഹാണ് എന്ന് വാദിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളെ വാദപ്രകാരം സ്വഹീഹാണ് എന്ന് സങ്കല്പിക്കുക. എന്നാലും മരിച്ചു പോയവർ അല്ല ഉദ്ദേശം. ഓലിവിടെ വരൂല, അവർ മൃഗത്തെ പിടിക്കൂല, അവർ ഹാജരാവില്ല. ഇത് ഹാജരാകുന്ന മൃഗത്തെ പിടിക്കുന്ന അടിമകളാണ്. അത് ജിന്നോ മലക്കളോ ഒക്കെ ആയിരിക്കാം, മരിച്ചുപോയതല്ല. ഇതാണ് അവർ കൊടുത്ത മറുപടി. ആ മറുപടിയാണ് അന്ന് മുതൽ കഴിഞ്ഞ കൊല്ലം വരെ മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ നൽകിയ മറുപടി. തിരിച്ചു ഉദാഹരണം പറയാം. ഒരുത്തൻ പറയാണ്, ആപ്പിൾ കഴിച്ചാൽ സ്വർഗത്ത് പോകും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തെളിവെന്താ വെച്ചാൽ ഓൻ പറഞ്ഞു, ഹദീസിലുണ്ട്, മൻ അക്കദൽ ബിത്തീഖ ദഖലൽ ജന്ന. അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും ബത്തക്ക കഴിച്ചാൽ അവൻ സ്വർഗത്ത് കടക്കുന്ന. നമ്മളോട് എന്ത് പറയും? സുഹൃത്തെ, ആ ഹദീസ് സ്വഹീഹല്ല, അത് പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കിയ കള്ളക്കഥയാണ്, നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം പറയാ അത് സ്വഹീഹാണല്ലോ, എൻ്റെ വാപ്പ പറഞ്ഞേക്കണല്ലോ, എൻ്റെ ഉസ്താദ് പറഞ്ഞേക്കണല്ലോ എന്നൊക്കെ പറയാം. നമ്മൾ എന്ത് പറയാ? ഇനിയിപ്പോൾ സ്വഹീഹാന്ന് സങ്കല്പിക്കുക. എന്നാലും അതിലെന്താ ഉള്ളത്? ബത്തക്ക തിന്നാ സ്വർഗത്ത് പോകുന്നല്ലേ, ആപ്പിൾ തിന്നാ പോകുന്നല്ലോ. അപ്പൊ സ്വഹീഹാണെങ്കിൽ തന്നെ നീ പറഞ്ഞതിന് അതിൽ തെളിവില്ല. അത് സ്വഹീഹാക്കാനുള്ള ശ്രമമാണോ? അല്ല. സ്വഹീഹായിട്ടും ഓന് കാര്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നപ്പോൾ ഈ ഹദീസ് ഞങ്ങൾക്ക് തെളിവാന്ന് മറ്റോ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് തെളിവല്ല. എന്തുകൊണ്ട്? 1, അത് സ്വഹീഹല്ല. സ്വഹീഹാണല്ലോ, ഇനി സ്വഹീഹായിട്ടും കാര്യമില്ല. സ്വഹീഹാണെങ്കിലും അവരെ വിളിക്കാൻ ഇതിൽ തെളിവില്ല. ഇത് ഹാജറുള്ള ജിന്നുകളോ മലക്കളോ ഒക്കെ മൃഗത്തെ പിടിക്കുമെന്നതിലുള്ളൂ. മരിച്ചുപോയ അമ്പ്യാക്കന്മാർ വിജയക്കന്മാർ ഇവിടെ വന്ന് മൃഗത്തെ പിടിക്കുന്നോ വഴി കാണിക്കുന്നോ ഓരെ വിളിച്ചോളിന്നോ പറയാൻ ഇതൊരിക്കലും നിങ്ങൾക്ക് തെളിവല്ല എന്നാണ് നാം അതിൽ പറഞ്ഞു കൊടുത്തത്. അത് അന്ന് മുതൽ ഇന്ന് വരെ ആ മറുപടി പറഞ്ഞു പോന്നു. ഇബ്നു ജർജീസ് എന്ന് പറയുന്ന വലിയ ഖുറാഫിയായ മനുഷ്യൻ ഈ ഹദീസ് ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കി 250 കൊല്ലം മുമ്പ്. അന്ന് അല്ലാമ ആലുസി റഹിമഹുല്ലാഹ് ഇതേ മറുപടി അത് നൽകിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നമ്മൾ കാണുന്നു. ലോകവ്യാപകമായി ഈ ഹദീസ് അവർ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരന്തൂർ മർക്കസ് തറക്കലിട്ട അലവി മാലിക്കി എന്ന് പറയുന്ന മനുഷ്യൻ ഹാദിഹി മഫാഹിമുൻ യജിബു അൻ തുസഹഹ എന്ന കിതാബിൽ ഈ ഹദീസ് ഇങ്ങനെ തെളിവാക്കി ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയായ ഹസൻ ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹ് എഴുതിയ ഹാദിഹി മഫാഹിമുന എന്ന കിതാബിൽ ആ മറുപടി നൽകിയിട്ടുണ്ട്. സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ലോകത്തറിയപ്പെട്ട ഖുറാഫിയായ മനുഷ്യൻ ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ചു. അന്ന് സിയാത്തുൽ ഇൻസാൻ മിൻ വസ്വസത്തി ഷെയ്ഖ് ദഹ്ലാൻ എന്ന കിതാബിൽ ഇതേ മറുപടി നൽകിയിട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് ഇക്കാലം വരെയുള്ള എല്ലാവരും ഈ വിശദീകരണം കൊടുത്തു. അന്നൊന്നും അത് വിവാദമായിട്ടില്ല, എല്ലാവരും അത് ഉൾക്കൊണ്ടു. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ അറിഞ്ഞിടത്തോളം ഇത് ആദ്യമായി ചർച്ചയായത് 1972 അന്ന് പയ്യോളിയിൽ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, ഞങ്ങൾക്ക് അമ്പ്യവരക്കന്മാരെ വിളിക്കാൻ ഈ ഹദീസാണ് തെളിവ്.
അപ്പോൾ അവിടെയുള്ള മുജാഹിദുകൾക്ക് എന്താണ് അതിൻ്റെ വസ്തുത എന്ന് അറിയില്ലായിരുന്നു. അവർ അന്ന് ഉമർ മൗലവിയുടെ സൽസബീൽ മാസികയിലേക്ക് ഇത് ചോദ്യമായി അയച്ചു. സൽസബീൽ തുടങ്ങിയ കൊല്ലമാണെന്ന്. അത് ഉമർ മൗലവി സൽസബീലിൽ മറുപടി പറഞ്ഞു. ഇതാണ് സൽസബീൽ. അത് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് കൊടുത്തിട്ട് പറഞ്ഞു, സുന്നി മുസ്ലിം പറയുന്നു, ഇബ്നു സുന്നിയും തൊബറാനിയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയും സഹായം ആവശ്യമായി വരികയും ചെയ്താൽ, ഓ അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. ഖണ്ഡനം ഉമർ മൗലവി നൽകിയ മറുപടിയാണ്. ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സെയ്ദ് ബിൻ അലി എന്ന ആൾ ഉത്തബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദ് ഇടമുറിഞ്ഞ നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. മജ്മുഉ സവാഇദ് അത് കിതാബിന്റെ പേര്. മജ്മുഉ സവാഇദ് കിതാബിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അർത്ഥം. എന്നിട്ട് പറയാം, ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദവിഷയം എന്താ? മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ പറ്റൂലേ? അതിനാണോ തെളിവ്? തെളിവല്ല. എന്തുകൊണ്ട്? ഒന്ന് സ്വഹീഹല്ല. സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ. അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഹീദ്ദീൻ ശൈഖ് എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഒരു സൃഷ്ടിയുടെയും പേരെടുത്തു പറഞ്ഞ് തേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല. 971 സൽസബീലിൽ ഉമർ മൗലവിയുടെ നിർദ്ദേശപ്രകാരം പഴത്ത് അബ്ദുറഹ്മാൻ മദനി എഴുതിയ മറുപടി. ഉമർ മൗലവി പറഞ്ഞു, ഈ മറുപടി തന്നെയാണ് സൽസബീലിന്റെയും മറുപടി. പഴത്ത് അബ്ദുറഹ്മാൻ മദനി അന്ന് പുളിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അന്ന് മുപ്പയ്ക്ക് മറുപടി ഇവിടുന്ന് എഴുതാൻ കിട്ടിയത്. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വന്തം എഴുതിയതല്ല. സൗദി അറേബ്യയിലെ അബ്ദുൽ അസീസ് രാജാവ് എഴുതിയ അന്നത്തെ റിസാലയുണ്ട്. ആ റിസാലയിൽ വന്ന മറുപടിയാ അന്നത്തെ ഖുറാഫിക്ക് മറുപടിയായിട്ട് അബ്ദുൽ അസീസ് രാജാവ് എഴുതിയതാ. അതിൽ വന്ന മറുപടി അങ്ങനെ തന്നെ എടുത്തിട്ട് അത് അവലംബിച്ചിട്ടാണ് അന്ന് പാലത്ത് എഴുതിയത്. അബ്ദുറഹ്മാൻ മദനി പാലത്ത്, കേന്ദ്ര ട്രഷറായിരുന്ന അബ്ദുറഹ്മാൻ മദനി പാലത്ത്, അന്ന് അദ്ദേഹം എഴുതിയ മറുപടി ഉമർ മൗലവി പറഞ്ഞു സൽസബീലിന്റെ മറുപടി ഇതാണ് 971. പിന്നീട് 90കളിൽ ഷബാബിലേക്ക് ഇതേ ചോദ്യം വന്നു. ഒരു മുസ്ലിം പ്രസംഗിച്ചപ്പോൾ അന്ന് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഇതേ മറുപടി ഷബാബിൽ കൊടുത്തു. ഞാൻ വായിക്കുന്നില്ല, സമയം വൈകുന്നുള്ളൂ. ഇതേ മറുപടി തന്നെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി കൊടുത്തു. അത് പിന്നീട് ചോദ്യങ്ങൾ മറുപടികൾ എന്ന പേരിൽ പുസ്തകമായി പുറത്തിറങ്ങി. ഷബാബിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മറുപടികളും ക്രോഡീകരിച്ചുകൊണ്ട് അതിലും ഈ ഭാഗം എടുത്തു കൊടുത്തു, ഇതേ മറുപടി. അത് 2005 തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയും ഇത് തന്നെ എഴുതി. 2007 ഇസ്ലാഹി മാസികയിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട് മറുപടി എഴുതിയപ്പോൾ അബ്ദുൽ ജബ്ബാർ മൗലവി അത് തന്നെ എഴുതി. 2009 ജിദ്ദ മുഖാമുഖത്തിൽ ഇതേ മറുപടി അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. അതിനു മുമ്പ് 2004 മണ്ണാർക്കാട് സംഭവത്തിൽ അലവി സുലൈമാൻ സഖാഫിമാർ ഈ ഹദീസുമായി വന്നപ്പോൾ സക്കരിയ സ്വലാഹി ഇതേ മറുപടി കൊടുത്തു. അന്ന് സക്കരിയ സ്വലാഹിയെ KJ ഔദ്യോഗികമായി പറഞ്ഞയച്ചതാണ് സംഭവത്തിലേക്ക്. അന്ന് ഈ മറുപടി കൊടുത്തു. 2011
തിരുവനന്തപുരം ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഈ ചോദ്യം ഒരു സഖാഫി ചോദിച്ചപ്പോൾ അനസ് മുസ്ലിയാരും ഞാനും ഇതേ മറുപടി കൊടുത്തു. 2011 തന്നെ ആലപ്പുഴയിൽ ഇസ്തിഖാമ എന്ന പരിപാടിയിൽ ചോദ്യം വന്നപ്പോൾ അനസ് മുസ്ലിയാർ ഇതേ മറുപടി കൊടുത്തു. അന്നൊന്നും തർക്കമുണ്ടായിട്ടില്ല. 2011 അവസാനമായപ്പോൾ അതേ അനസ് മുസ്ലിയാർ തിരിഞ്ഞു നിന്നിട്ട് പറയാണ് ഈ മറുപടി ശരിയല്ല, ഇത് പറഞ്ഞ ഞങ്ങളൊക്കെ മുസ്ലിക്കുകളാണ്. അപ്പൊ നമുക്ക് അത്ഭുതം, എന്താ റബ്ബേ ഇയാൾക്ക് പറ്റിയത്? അപ്പൊ പറയാം നിങ്ങൾക്കാ പറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട്. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ആ മന്ത് മറ്റേ കാതിലാണ് എന്നർത്ഥം. അതുകൊണ്ട് KJU നമ്മൾ കുഴപ്പം കാണില്ല. KJU നമ്മൾ തന്നെയാണ്. KJUലുള്ള നിലവിലുള്ള മെമ്പർഷിപ്പ് എടുത്തു നോക്കിയാൽ എന്തായിരുന്നാലും 200 ചില്ലാനം മെമ്പർമാരുള്ളതിൽ 150 പണ്ഡിതന്മാരും നമ്മളെ വേദിയിൽ ഈ ആശയം ഇപ്പോഴും പ്രസംഗിക്കുന്നു. അതാണ് KJUവിൻ്റെ ആശയം. പിന്നെ KJUവിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതാനും ആളുകൾ മാത്രമാണ് എത്രപ്പോഴും സീലും കയ്യിലുള്ളത് കൊണ്ട് മാത്രം KJUവിൻ്റെ ആശയം ഇതാണ് എന്ന് പറഞ്ഞ് ഓരിങ്ങനെ എഴുതി ഒപ്പിട്ട് സീലും വെച്ച് അയക്കുന്നു എന്നേ ഉള്ളൂ. KJUവിൽ ഇവിഷയമായി പ്രബന്ധം അവതരിപ്പിച്ച ആൾ ഞാനാണ്. ആ പ്രബന്ധത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ പ്രബന്ധത്തിൽ യാഴിബാധകൾക്ക് മറുപടി എന്താ? ഇവിടെ ഉദ്ദേശം ജിന്നും മലക്കുമാണെന്നും മലക്കു മാത്രമാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരെ കാണാം എന്നാണ് അതിൽ കൊടുത്തത്. മനുഷ്യനാണെന്നല്ല പറഞ്ഞത്, ശിർക്കുണ്ട് എന്നല്ല പറഞ്ഞത്, ഹദീസ് സ്വഹീഹല്ല, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. എന്നിട്ട് ആ പ്രബന്ധത്തിൽ പറഞ്ഞു ഇത് സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ ഹദീസിൽ വന്ന സന്ദർഭത്തിലും ഹദീസിൽ വന്ന പദങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ്. ആ പദം പറയാം, ആ സ്ഥലത്ത് പറയാം സ്വഹീഹാണെങ്കിൽ എന്നാണ് KJUവിന് കൊടുത്ത പ്രബന്ധത്തിൽ ഞാനും കായക്കുടിയും കൂടെ തയ്യാറാക്കിയതിൽ ഉള്ളത്. അപ്പൊ അതാണ് KJUവിൻ്റെ ആശയം. അത് ഏതാനും ആളുകൾ അതിന് മാറിയപ്പോൾ അവർ KJUവിൻ്റെ തലപ്പത്തായിരുന്നു എന്നുകൊണ്ട് മാത്രം എത്രപ്പോഴും സിനിമ പോലെ കയ്യിലായി അത് വെച്ച് പോലെ അങ്ങനെ എഴുതി വിടുന്നു. വേറൊന്നുമില്ല. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ സംഭവിച്ചു. പല സ്ഥലത്തും ആളെ പുറത്താക്കിയത് എങ്ങനെ? ആളൊക്കെ ഈ KJUവിൻ്റെ ഈ പഴയ ആശയം സ്വീകരിക്കുന്നു. തലപ്പത്തുള്ള സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ 1-2 ആൾക്കാർ മാറിയിട്ടുണ്ടാവും. ഓൻ്റെ കയ്യിലായിരിക്കും ചിലപ്പോൾ എത്രപ്പോൾ ഉണ്ടാകുക. അപ്പോൾ ഓൻ പോലെ എന്നെ പുറത്താക്കി. നമ്മൾ പിന്നെ ഒരു കച്ചറക്ക് പോകുന്ന ആളേക്കൊണ്ട് മാറി കൊടുക്കുകയാണ്. ഖത്തറിൽ എന്താ സംഭവിച്ചത്? ഇസ്ലാഹി സെന്ററിൽ നിന്ന് നിങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ പുറത്താക്കിയവനാണോ പുറത്ത് പോയവനാണോ കൂടുതലുള്ളത്? അതാണ് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത്. പല സ്ഥലത്തും പല നാട്ടിൽ എന്താ പറയും. ഇപ്പം ഞാൻ ഇപ്പം അടുത്ത് കാസർഗോഡ് പോയപ്പോൾ എന്ന് പറഞ്ഞു ഇവിടെ പള്ളിൻ്റെ ബിൽഡിങ്ങും സെക്രട്ടറിയും പ്രസിഡന്റും അപ്പുറത്തുണ്ട്, ബാക്കി എല്ലാവരും ഈ പഴയ ആശയത്തിലാണ് പറഞ്ഞത്. ബിൽഡിങ്ങും സെക്രട്ടറിയും പ്രസിഡന്റും അപ്പുറത്താണ്. അതിന് പറ്റ ആൾക്കാർ അതിനെ സെക്രട്ടറിയും പ്രസിഡന്റും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കൊല്ലങ്ങളായി പ്ലാൻ ചെയ്തു വന്ന വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ അവസാന ഭാഗമാണ്. ഇവിടെ ജിന്നോ ശൈത്താനോ യാഴിബാധ ഒന്നുമല്ല വിഷയം. ഇത് മറ്റു പല താല്പര്യങ്ങളുമാണ്. അതാണ് ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളിങ്ങനെ പുറത്തു കേൾക്കുന്ന പല വാർത്തകളും. അതിന് തടസ്സം നിൽക്കുന്നവർ ആരാണോ അവരെ സൈഡാക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ളത്. അതിന് വെറുതെ ഒരു വിഷയം എടുത്തിട്ടെന്ന് മാത്രം. അതുകൊണ്ട് നമുക്കേതായാലും ആ വിഷയം പഠിക്കാനായി. മറ്റേ നമുക്ക് ഈ ആഴിബാധ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഈ ബഹളം വന്നപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചത്. ഇപ്പം എത്ര വിഷയം നമുക്ക് പഠിഞ്ഞു, എത്ര ദഅവത്ത് നമുക്ക് നടന്നു, ഒരുപാട് ഖൈറ് കിട്ടി. ഇൻഷാ അല്ലാഹ് KJU നമുക്ക് കിട്ടും, KNM കിട്ടും. അതൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മൾ വേറെ ഉണ്ടാക്കുന്നില്ല, വേറെ ഉണ്ടാക്കൂല, വേറെ പോകൂല. എന്തെന്നെ പറഞ്ഞാലും അതെല്ലാം നമ്മുടേതാണ്. അത് കൈവശം വെച്ചോലെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റൂല എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് പഠിച്ചോ അത് പറ്റുമോ കയ്യിൽ ഏൽപ്പിക്കും. നമ്മളതിന് കാത്തിക്ക് തന്നെയാണ്. അതിന് വേണ്ട വഴികൾ നമ്മൾ ചെയ്യുന്നുമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം KJU നമ്മൾ യാതൊരു തകരാറുമില്ല, നമ്മൾ പ്രശ്നമില്ല. തലപ്പത്തിരിക്കുന്ന 3-4 ആളുകൾ ഓരോട് നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. KJUവിൻ്റെ ആശയം ഈ പ്രബന്ധത്തിലും ഈ പറഞ്ഞ ഞാൻ നേരത്തെ വായിച്ച വിചിന്തനം അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. അവിടെ നമ്മളിപ്പോഴുണ്ട്. അത് അതൂബ ഇലല്ലാഹ് തൗബ ചെയ്ത് പോയവരാണ് അപ്പുറത്തുള്ളവർ.
അങ്ങനെ തൗബ ചെയ്യേണ്ട ആവശ്യം ഇതിലില്ല, അങ്ങനത്തെ അബദ്ധം ഇതിലില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഏതാനും ആളുകൾ ഗൂഢമായി കൊല്ലങ്ങളായി പണിയെടുത്ത് തലപ്പത്ത് പറ്റിയ ആളുകളെ കൊണ്ടുവന്നിരുത്തി അവരെ വെച്ചുകൊണ്ട് അല്ലാത്തവനെ സൈഡാക്കി എന്ന് മാത്രം. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രഭാഷകന്മാർ പണ്ഡിതന്മാരാരും അധികമൊന്നും എവിടേക്കും പോയിട്ടില്ല. ഇങ്ങനെ ഏതാനും ആളുകൾ മാത്രം തിരിഞ്ഞെന്ന് ഓലാപ്പറിന് നേരെ തിരിച്ചടിച്ചു എന്ന് മാത്രം. വേറെ ഒന്നുമില്ല. ഇത്രയും അവർ പ്രസംഗിച്ചതെന്തോ അത് അങ്ങനെ തന്നെ ഒരു തിരിച്ച് പറയുന്നു. ഇപ്പൊ ഈ നാലിയാസ്വാദത്തെ വിഷയം പറഞ്ഞല്ലോ, അനസ് മുസ്ലിയാർ ഇതേ പ്രസംഗം വഹിച്ചിട്ടുണ്ട് പാലക്കാട് വെച്ചിട്ട്. 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് നാലിയാസ്വാദത്തിന് ഇതേ വിശദീകരണം അനസ് മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ വിത്തറിലെ കുനൂത്ത് ചർച്ചയായി. നമ്മൾ എന്താ പെട്ടെടുത്തത്? അനസ് മുസ്ലിയാരെ പഴയ കളിപ്പ്. വിത്തറിലെ കുനൂത്തെ പറ്റി മൂപ്പര് കഴിഞ്ഞെല്ലാം പ്രസംഗിച്ചത്, പണ്ടൊന്നല്ല കഴിഞ്ഞ വർഷം പ്രസംഗിച്ചത്. ഫോർച്യൂണർ വണ്ടി കിട്ടുന്ന മുമ്പ് പറഞ്ഞതും ശേഷം വന്നതും തമ്മിൽ നോക്കിയാൽ മതി. ആ വണ്ടി ഇപ്പോൾ പോവുകയും ചെയ്തു. അതായിക്കോട്ടെ, വേറായിരുന്നാലും അത്ര ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇത്രയും കാലം ഏത് തൗഹീദാണോ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നാൽ മതി. ഒരബദ്ധം ഇല്ല, പുതിയതൊന്നും ആവശ്യമില്ല. ഇത്രയും കാലം എഴുതി വെച്ചത് എന്താണോ അവിടെ തന്നെ നമ്മൾ നിൽക്കുന്നത്. അതായത് പുതിയ വിവാദം ഉണ്ടാക്കിയിട്ടുമില്ല, അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടുമില്ല. ജിന്ന് ചികിത്സ കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജിന്ന് ചികിത്സയും അല്ലാത്ത ചികിത്സയൊക്കെ ഹദീസിലും ഖുർആനിലും എന്ത് പരാമർശിച്ചോ അവിടെ നമ്മൾ എന്നും നിന്നിട്ടുണ്ട്. അത് കൊണ്ടുവരാൻ വേണ്ടി വെറുതെ യാഴിബാധ വലിച്ചുകൊണ്ടുള്ള ആവശ്യമൊന്നുമില്ല. യാഴിബാധയും ജിന്ന് ചികിത്സയും ഒരു ബന്ധമില്ല താനും. ജിന്ന് ചികിത്സ വേറെ, യാഴിബാധ വേറെ, അത് രണ്ടും ബന്ധമില്ല. ഇത് മറ്റുള്ള സൂഫികളായ ആളുകൾ ദുർവ്യാഖ്യാനിച്ചപ്പോൾ അതിന് ശരിയായ മറുപടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതിയൊരു വാദവും ആ വിഷയത്തിൽ നാം പറഞ്ഞിട്ടില്ല. ഞാനുണ്ടാ എൻ്റെ പേര് ഫൈറൂസ്, കണ്ണൂർ. ഈ ഹക്ക് ജാഹ് ബർക്കത്ത് എന്താണ് ചോദിക്കാനുള്ള കാരണം, ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പായ തൗഹീദ് ഒരു തുറന്ന ചർച്ചയ്ക്ക് എന്ന ഗ്രൂപ്പിൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയാളനാക്കി പ്രാർത്ഥിച്ചാലുള്ള വിധി എന്ത്? അയാൾ തന്നെ എൻ്റെ ഓപ്ഷൻ കൊടുത്തു, ഷിർക്ക്, പിന്നെ ഒന്നാമത്തെ ഷിർക്ക്, രണ്ടാമത്തെ ഹറാമും ബിദഅത്തും, മൂന്നാമത്തത് ജായിസ്, നാലാമത്തത് വസീലത്തു ഷിർക്ക്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഉത്തരം ഷിർക്ക് എന്നാണ്. തുടർന്ന് പറഞ്ഞ ചർച്ചയിൽ ഒരാൾ പറയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ടാണ് അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ അത് ബിദ്അത്താണ്, അതല്ലാത്തതാണെങ്കിൽ അത് ഷിർക്കാണ്. ഹക്ക് ജാഹ് ബർക്കത്ത് എന്താണ്? ഹക്ക് ജാഹ് ബർക്കത്തുള്ള തേട്ടത്തിന്റെ വിധി എന്ത്? ഇതാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ്. ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഗുണം, വളർച്ച എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ നാട്ടിൽ സാധാരണ പതിവുള്ള ഒരു രീതിയാണ് അമ്പിയായിൻ്റെയും ഔലിയായിൻ്റെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബേ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയൽ. പ്രത്യക്ഷത്തിൽ ആ തേട്ടങ്ങൾ ബിദ്അത്താണ്, അത് ശിർക്കല്ല. റസൂൽ പഠിപ്പിക്കാത്ത രീതി അവൻ അവലംബിച്ചു എന്ന് മാത്രം. നബി പഠിപ്പിക്കാത്ത, അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു പുതിയ രീതി ദുആയിൽ അവർ കൊണ്ടുവന്നു. അവിടെ തേട്ടം റബ്ബിനോടാണ്, നബിയോടല്ല. തേട്ടം റബ്ബിനോടാണ്, നബിയോടല്ല. പക്ഷെ അതിന് നബിയും അള്ളാഹും പഠിപ്പിക്കാത്തൊരു പുതിയ രീതി അവനുണ്ടാക്കി. അതുകൊണ്ട് അത് ബിദ്അത്തായി മാറും. ഇനി അതേസമയം നബിയുടെ ഹക്ക് കൊണ്ട് ചോദിച്ചാൽ, നബിയുടെ അവകാശം കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യാതിരിക്കാൻ കഴിയില്ല, റബ്ബ് ഉത്തരം ചെയ്യാൻ നിർബന്ധിതനായി മാറും എന്ന വിശ്വാസമാണെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്ന സൂഫികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. നബിക്ക് അത്രയും വലിയ ഹക്കുണ്ട്, ആ ഹക്ക് കൊണ്ട് ചോദിച്ചാൽ എന്തായാലും ഉത്തരം കിട്ടും, തരാതിരിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല, അള്ളാഹു ഉത്തരം ചെയ്യാൻ നിർബന്ധിതനായി മാറും എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് കുഫ്റും ശിർക്കും വരെ ആവുകയും ചെയ്യും. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ സമസ്തക്കാരും അല്ലാത്തവർക്ക് ഉപയോഗിക്കുന്ന ഹക്ക് ജാഹ് ബർക്കത്തുള്ള തേട്ടത്തിൽ അത്തരം ഉദ്ദേശമൊന്നും അവർക്ക് എവിടെയുമില്ല, അവരെവിടെയും എഴുതിയിട്ടുമില്ല. നേരെ മറിച്ച് നബിയുടെ ഹക്ക് എന്നത്, നബിൻ്റെ ഒരു സ്ഥാനം, നബിൻ്റെ ബഹുമാനം, അത് മുൻനിർത്തി ചോദിക്കുമ്പോൾ അത് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് എന്നതാണ് അവർ മനസ്സിലാക്കുന്നത്. അതിന് ദുർബലമായ ഒരുപാട് ഹദീസുകൾ തെളിവായി കൊണ്ടുവരുന്നുമുണ്ട്. ആ ഹദീസൊക്കെ സ്വഹീഹല്ല എന്നതുകൊണ്ടും ഈ രീതി ഖുർആനിലോ ഹദീസിലോ പഠിപ്പിക്കപ്പെട്ടതല്ല എന്നതുകൊണ്ടും മശ്റൂ അല്ലാത്ത മംനൂ ആയ തവസ്സുലിന്റെ ഗണത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് ബിദ്അത്താണ്, അത് ശിർക്കല്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അവസാനിപ്പിക്കല്ലേ? ഒരാവശ്യപ്പെടുന്നുണ്ട്. ഒറ്റ ചോദിക്കാം, ലാസ്റ്റ് ഒറ്റ ചുരുക്കി ചോദിക്കാം.
7 വൻപാപങ്ങളിൽ ഒന്ന് ശിർക്കും 2 സിഹറും എന്ന് പറഞ്ഞു. സിഹർ ശിർക്കാണോ? സിഹർ ചെയ്യുന്ന ജിന്നിന്റെ സഹായത്താലല്ലേ? അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം. സിഹർ 7 വൻപാപങ്ങൾ, 1 ശിർക്ക്, 2 സിഹർ. സിഹർ ശിർക്കാണോന്നാ ചോദ്യത്തിന് ഉദ്ദേശം. സിഹർ ശിർക്കാണെങ്കിൽ പിന്നെ രണ്ടാമത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം ശിർക്ക് എന്ന് പറഞ്ഞു, പിന്നെ എന്തിനാ സിഹർ പിന്നെയും പറയണത് എന്നാണ്. ശിർക്ക് സിഹറല്ലാത്ത ഒരുപാടുണ്ട്. സിഹർ മാത്രമല്ല ശിർക്ക്. ശിർക്കിൽ പലതരം ശിർക്കുണ്ട്. നാമങ്ങളിൽ, ഗുണങ്ങളിൽ, വിശേഷങ്ങൾക്ക് പങ്കുചേർത്ത ശിർക്ക് വരും, ഇബാദത്തിൽ പങ്കുചേർത്ത ശിർക്ക് വരും, എല്ലാം ശിർക്ക് വരും. സിഹർ ആകണമെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു കൊള്ളണം. സാഹിറാകുന്നത് ഒരുപാട് ശിർക്ക് ചെയ്തിട്ടാണ്. സിഹർ പിശാചിനെ പ്രീതിപ്പെടുത്തി അവനെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന ചില പണികളാണ് സിഹർ. ആ സിഹർ ചെയ്യുന്ന പണികളിൽ ശിർക്കായതും ശിർക്കല്ലാത്തൊക്കെ ഉണ്ടാവും. പക്ഷെ സിഹർ ആകണമെങ്കിൽ അവൻ ശൈത്താനെ പൂജിക്കണം, ശൈത്താനെ പ്രീതിപ്പെടുത്തണം, അവനെ സ്വന്തം ആളായി മാറണം. അങ്ങനെ ശൈത്താന്റെ സഹായം ഇവൻ നേടിയെടുക്കണം. അതാണ് സിഹർ. അപ്പൊ ഷിർക്കെല്ലാം സിഹറാണോ വെച്ചാൽ അല്ല. ഷിർക്കിൽ പല തരത്തിലുണ്ട്. എന്നാൽ സിഹർ ഏതാണെങ്കിലും അത് സിഹർ ആകണമെങ്കിൽ തീർച്ചയായും സാഹിർ ഒരുപാട് ഷിർക്കുകൾ ചെയ്ത് ശൈത്താനെ സ്വന്തം ആളായി മാറുന്ന ഒരാളെ സാഹിർ ആവുള്ളൂ. അത് ശൈത്താനിൽ നിന്നാണ് പഠിച്ചെടുക്കലും. ഖുർആൻ പരിചയപ്പെടുത്തി യുഅല്ലിമുനന്നാസ സിഹർ, പിശാചുക്കൾ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. അത് പിശാചുക്കളിൽ നിന്ന് പഠിച്ചെടുക്കണം. അവിടെ നിന്ന് സന്ദേശം കിട്ടി അത് താവഴിയായി കൈമാറിപ്പോടുന്ന കുറെ ശൈഖന്മാരുണ്ടാവും. ഇജാസത്ത് പ്രകാരം ചികിത്സിക്കുന്നു നമ്മൾ സാധാരണ കാണലുണ്ട്. ആ ഇജാസത്ത് അതാണ്. ശൈത്താന്റെ വഹി പ്രകാരം കിട്ടിയ ശൈഖന്മാരിൽ നിന്ന് കൈമാറിപ്പോടുന്ന ശിഷ്യന്മാരുണ്ടാവും. അവർ മറ്റൊരുക്ക് പഠിപ്പിച്ചു കൊടുക്കും. ആ പഠിപ്പിച്ച പ്രകാരം ചെയ്യുമ്പോഴേ ആ സിഹറായി ഫലപ്പെടുകയുള്ളൂ. അതിൽ തന്നെ തട്ടിപ്പും വെട്ടിപ്പും വേറുണ്ടാവും. ശൈത്താനെ പറ്റിക്കണുണ്ടാവുമല്ലേ. ശൈത്താനെ പൂജിക്കാനൊന്നും പോകാതെ വെറുതെ 4 കളം വരച്ച് പൈസ വാങ്ങി പോണ തട്ടിപ്പലുണ്ടാവും. ശൈത്താനെ പറ്റിക്കാണ്. ഒറിജിനൽ സാഹിർ, ഒറിജിനൽ മാരണക്കാരൻ ശൈത്താന്റെ പൂജകനാണ്. അപ്പോഴേ അവൻ സാഹിർ ആവുള്ളൂ. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 2 മണിക്കൂറിലേറെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. 10:45 2 മണിക്കൂറിലേറെ സമയം നമ്മൾ ചെലവഴിച്ചു. ഹൈറായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ നിലക്കുള്ള വേദികൾ ധാരാളം നമുക്ക് നാട്ടിലൊക്കെ ഉണ്ട്. ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ ഉപയോഗിക്കുക. ഒരുപാട് സീഡികൾ ഈ വിഷയമായി ഇറങ്ങിയിട്ടുണ്ട്. ധാരാളം മുഖാമുഖങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞു. ഏകദേശം 65ഓളം മുഖാമുഖങ്ങൾ നമ്മുടെ നാട്ടിൽ ആ ഒരു ടേമിൽ തന്നെ നടന്നിട്ടുണ്ട്. അതിൽ മിക്കവാറും മുഖാമുഖങ്ങളുടെ സീഡികൾ ലഭ്യമാണ്. അതൊക്കെ നിങ്ങൾ സ്വന്തമാക്കി കേൾക്കാൻ ശ്രമിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ പുസ്തകവുമുണ്ട്. പ്രാർത്ഥന, തൗഹീദ്, വിവാദങ്ങളും വസ്തുതകളും എന്ന പേരിൽ പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതും ഈ വിഷയത്തിൽ അവലംബിക്കാവുന്ന ഒരു രേഖയാണ്. അതും നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക, പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും നാട്ടിലും അല്ലാതെയും ഒക്കെ ഒരുപാട് മുഖാമുഖങ്ങൾ വരാനുണ്ട്. സെപ്റ്റംബർ 1 കാസർഗോഡ് വെച്ച് മുഖാമുഖമുണ്ട്, ലൈവ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. സെപ്റ്റംബർ 8 എറണാകുളം കോതമംഗലത്ത് മുഖാമുഖമുണ്ട്, അതും ലൈവ് ഉണ്ടാകും. അതൊക്കെ ഉപയോഗപ്പെടുത്തി വിഷയങ്ങൾ നമ്മൾ പഠിക്കുക. കൃത്യമായി തൗഹീദും ശിർക്കും അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന്, സ്രോതസ്സിൽ നിന്ന് ശരിയായ വിധം ഉൾക്കൊണ്ട് തൗഹീദിൽ ഉറച്ചു നിന്ന് ശിർക്കിലേക്ക് തെറ്റിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി തൗഹീദിന് വേണ്ടി നാം മുന്നേറുക. റഹ്മായ റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നാട്ടിൽ നമ്മൾ പുതുതായി ഉണ്ടായ നമ്മുടെ സ്ഥാപനം ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എല്ലാവരുടെയും മനസ്സിൽ പ്രത്യേകം വേണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. ഏതെല്ലാം അർത്ഥത്തിൽ നിങ്ങൾക്ക് ജാമിഅയെ സഹായിക്കാൻ കഴിയുമോ ആ നിലക്കെല്ലാം നിങ്ങൾ ജാമിഅയെ സഹായിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഒരു വലിയ പദ്ധതിയായി വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നമുക്കൊരു അത്താണിയാകുന്ന വൈജ്ഞാനികമായ ഉന്നത കേന്ദ്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ജാമിഅ അൽ ഹിന്ദിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയ പോലെ 10 ഏക്കറോളം ഭൂമി നാം അതിനു വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അല്പം ബാധ്യത കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഭൂമി കൂടി നമ്മൾ ഇന്നലെ കച്ചവടം ചെയ്തു. അൽഹംദുലില്ലാഹ് ഒരു 21 ഏക്കർ ഭൂമി കൂടി നാം ഇന്നലെ അതിനു വേണ്ടി കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യുക.
ഏതെല്ലാം അർത്ഥത്തിൽ നമുക്കതിൽ സഹായിക്കാനും സഹകരിക്കാനും കഴിയുമോ, മറ്റുള്ള സഹകരിപ്പിക്കാൻ കഴിയുമോ, അതൊക്കെ നിങ്ങൾ പ്രത്യേകം മനസ്സ് വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.